ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഫൈസൽ സി ആണ് സംസാരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ വിംബിൾ അക്കാദമിയുടെ പുതിയ ഒരു സൗജന്യ വെബിനാറിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാ വെള്ളിയാഴ്ചകളിലും കൗൺസിലിംഗ് അതല്ലെങ്കിൽ സൈക്കോതെറാപ്പി റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു വെബിനാർ നിസാവ് സാറിൻ്റെ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് കമ്പാഷൻ ഫോക്കസ്ഡ് തെറാപ്പി CFT ആയി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത്. അതിനു വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ സ്റ്റുഡൻസിനും എല്ലാ ലേണേഴ്സിനും ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകളും കോഴ്സുകളും ഫ്രീ വെബിനാറുകളും ഒക്കെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് വിജയിപ്പിക്കുന്നതിലുള്ള അതിയായ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. ക്രിസ്മസ് വെക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കുട്ടികളൊക്കെ അവരുടെ വിനോദത്തിലും കളിയിലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് വിദ്യാർത്ഥികൾക്കായി ഒരു ഫ്യൂച്ചർ സ്റ്റാർസ് എന്നുള്ള പേരിൽ ഒരു വെക്കേഷൻ ക്യാമ്പ്, ഓൺലൈൻ വെക്കേഷൻ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നു. അത് നാളെ മുതലാണ് തുടങ്ങുന്നത്. 4 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, അതല്ലെങ്കിൽ 5 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി സവിശേഷമായി സംഘടിപ്പിക്കുന്ന 5 ദിവസത്തെ ഓൺലൈൻ വെക്കേഷൻ ക്യാമ്പ് നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 സെഷനുകളിലായിട്ട് 10 ട്രെയിനേഴ്സ് ആണ് നമ്മൾ അവർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൽ മെൻ്റൽ ഹെൽത്ത് വരുന്നുണ്ട്, സെക്ഷുവാലിറ്റി വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ റാപ്പിഡ് പെൻ എങ്ങനെ എഴുതണം, അതേപോലെ തന്നെ ടോക്ക് മാസ്റ്റേഴ്സ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരുന്നുണ്ട്, അതേപോലെ തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സെഷനുകളുമായിട്ട് ഓൺലൈൻ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത ആഴ്ചയായിട്ട് നമ്മുടെ ഇവിടെ വിംബിൾ അക്കാദമിയിൽ തന്നെ ഫിസിക്കലി ഒരു ക്യാമ്പ്, 1 ഡേ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യപ്പെടുന്നവരൊക്കെ തങ്ങളുടെ മക്കളെ ഒരു ക്യാമ്പിൽ നിങ്ങൾ പങ്കെടുപ്പിക്കുക. അതേപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു കോഴ്സ്, 1 മന്ത് കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നാളെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലാർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കമ്പാഷൻ ഫോക്കസ്ഡ് തെറാപ്പി പഠിക്കാനും അത് കൂടുതൽ മനസ്സിലാക്കാനും അത് നമ്മുടെ സൈക്കോളജി കൗൺസിലിംഗ് മേഖലയിലൊക്കെ നമുക്ക് രൂപപ്പെടുത്താനും അത് പ്രാവർത്തികമാക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ നമ്മുടെ സെഷൻ ലീഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള നിസാവ് സാറാണ്. കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റും റെമഡിയൽ ട്രെയിനറുമായിട്ടുള്ള നിസാവ് സാറിനെ ഈ ഒരു സെഷനിലേക്ക് വളരെ ഹൃദ്യപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വിംബിൾ അക്കാദമിയിലെ പ്രധാനപ്പെട്ട തെറാപ്പികളായിട്ടുള്ള CBTയും അതേപോലെ തന്നെ ബിഹേവിയറൽ തെറാപ്പി, മറ്റു ഫാമിലി തെറാപ്പി, REBT അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികൾക്ക് നേതൃത്വം വഹിക്കുന്നത് നിസാവ് സാറാണ്. നിസാവ് സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനും വളരെ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം നേർന്നുകൊണ്ട് ഈ ഒരു ക്ലാസ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടി നിസാവ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു. എന്താണ് വിശേഷം? വിശേഷ് സാർ, എന്തൊക്കെ വിശേഷം? സുഖല്ലേ? സുഖായിരിക്കുന്നു. ഓക്കെ. ഇപ്പോ നാട്ടിലും ഇവിടെയൊക്കെ ഒരു നല്ലൊരു കാലാവസ്ഥയും വെക്കേഷനൊക്കെ തുടങ്ങിയില്ലേ? അതെ അതെ അതെ. ഓക്കെ. എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാരും ഉഷാർ തന്നെയല്ലേ? സുഖായിരിക്കണം സാർ. ഓക്കെ. നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ പോകുന്നത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു നോളജ് തരണം എന്നുള്ള വിംബിൾ അക്കാദമിക്ക് ഒരു വാശിയാണ്. എടുക്കാൻ വരെ എനിക്കും വളരെ താല്പര്യമാണ്. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, നമുക്കൊന്ന് ഇന്ററാക്ട് ആയിട്ട് കൂടുതൽ ആളുകളുമായിട്ടൊന്ന് പരിചയപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശവുമാണ് ഇതിന്റെ പിന്നിലുള്ളത്. നമ്മുടെ നോളജ് ഒന്ന് വർദ്ധിപ്പിക്കാനും ഇനിയിപ്പോൾ നോളജ് ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ അത് ഒന്ന് പഠിക്കാനും ഒക്കെ സാധ്യത ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. എനിവേ,
ഓക്കെ, ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക് സെഷനിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഒരു സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഈ ഇന്നത്തെ ഒരു തെറാപ്പിയുടെ ഒരു പ്രത്യേകത കേൾക്കുമ്പോൾ തന്നെ അറിയാം. കമ്പാഷൻ എന്ന് പറയുന്നത് എന്താണ്? കാരുണ്യം, അനുകമ്പ എന്നൊക്കെ നമ്മളിപ്പോൾ കേൾക്കാറില്ലേ? അത് തന്നെയാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള എന്താണ് CFT? എൻ്റെ അഭിപ്രായത്തിൽ കൗൺസിലിംഗ് മേഖലയിൽ അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിയിലെ ഏറ്റവും ബെസ്റ്റ് ടൂള് എന്ന് പറയുന്നത് ഈ CFT ആണ്. എല്ലാ തെറാപ്പിയിലും ഏത് നമ്മൾ CBTയോ REBTയോ DBTയോ ഇനി ഫാമിലി തെറാപ്പി എന്ത് ഉപയോഗിക്കാനും ഈ ഒരു CFT ഇല്ലാണ്ട് മുന്നോട്ട് പോകില്ല. കാരണം അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു തെറാപ്പിയാണിത്. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് CBTയും DBTയും ആണ് ആളുകൾ കൺസിഡർ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്താണ്, ഹാഫ് CBT കൊടുക്കുക, ഹാഫ് CFTക്ക് കൊടുക്കുക എന്നുള്ള ഒരു മെത്തേഡാണ് ഞാൻ സാധാരണ ചെയ്ത്. പക്ഷെ ഇതേപോലെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉള്ളവരാണെങ്കിൽ ഇല്ലാത്തവരാണെങ്കിലും ഇത് നിങ്ങളെ ലൈഫിൽ പിന്നെ എന്താണ് ഇങ്ങനെ കൗൺസിലിംഗ് മേഖലയിൽ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഏത് മെന്റൽ ഹെൽത്ത് ഏരിയയിലും നിങ്ങൾക്ക് ഈ ഒരു തെറാപ്പി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താണ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയാസ് ആണ്. അപ്പോൾ നമുക്കിതെന്താണ്, ഞാനിത് ഒരുപാട് വിശദീകരിച്ചൊന്നും പറയാനുള്ള സമയമല്ല, എങ്കിൽ പോലും എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റ്, ഇതെങ്ങനെയാണ്, എന്താണ് ഈ CFT എന്താണ്, ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക, ഇത് ആർക്കൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ള ഒരു മെത്തേഡ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് എന്താണ് ഇതുമായിട്ടുള്ള ചെറിയൊരു ഡിസ്കഷനും നടത്താം. ഓക്കെ, താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു CFTയിൽ നമ്മൾ ഫോക്കസ് എന്താണ് CFT എന്ന് പറയുന്നുണ്ട്, പിന്നെ അതിന്റെ തിയറി എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്, പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പിന്നെ ഈ ഒരു CFTന്റെ തിയറീസ് എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ക്ലയന്റിന് ഹെൽപ്ഫുൾ ആകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഒരു ഒബ്സർവേഷൻ അബൌട്ട് കമ്പാഷൻ, അതായത് കാരുണ്യമായിട്ട് നമ്മൾ ഒരാളുമായിട്ടല്ലേ ഒരാളുടെ കാരുണ്യത്തെ അല്ല അനുകമ്പയെ എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക, അതെങ്ങനെയുണ്ട്, അവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് ഇല്ല എന്നും എങ്ങനെയാണെന്ന് അറിയുന്നത് എന്ന് വെച്ചാൽ പിന്നെ അവരുടെ ഒരു ഇതിന്റെ ഒരു തെറാപ്പിയുടെ മെത്തേഡ് തന്നെ എന്നാണ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. പൂർണ്ണമായും അവരെ മാനസികമായിട്ട് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു തെറാപ്പിയുമായിട്ട് മെത്തേഡിന്റെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഈ പ്രധാനമായിട്ട് നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഇങ്ങനത്തെ ഒരു തെറാപ്പി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്ന തോതിലുള്ള ലജ്ജ, അതായത് ഏറ്റവും കൂടുതൽ ഈ ഷെയിം കാണിക്കുന്ന ആളുകൾ, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കും. നമ്മുടെ കുട്ടികൾ വീട്ടിലൊക്കെ ചില കുട്ടികളിൽ കാണാറുണ്ട്, ചെറുപ്പ സമയത്ത് തന്നെ പുറമക്കാരൊക്കെ വീട്ടിൽ ആരെങ്കിലും വിരുന്ന് വന്നാൽ എന്താ ചില കുട്ടികൾ വലിയുന്നതായി കാണാം. അത് ചിലപ്പോ എല്ലാ കുട്ടികളും അതേപോലെ പിന്നീട് വളർന്ന് ഡെവലപ്മെന്റ് അനുസരിച്ച് മാറാൻ സാധ്യത. പക്ഷെ ചില കുട്ടികൾ എന്താണ് അതേപോലെ അവരുടെ ലൈഫിൽ അഡൽട്ട് കഴിഞ്ഞു, അവരെ നല്ല ലൈഫ് ഫ്യൂച്ചർ ലൈഫിലൊക്കെ എങ്കിൽ പോലും എന്താണ് ഇവർക്ക് ഒരു ഷെയിം എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു പ്രൊഡക്ടിവിറ്റി അവരുടെ മനസ്സിലും അവരെ എന്താണ് ബിഹേവിയർ ഒക്കെ എപ്പോഴും കാണാൻ നമുക്ക് സാധാരണയായി കാണാറുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് ഒരാളോട് ഒരു കാര്യം തുറന്ന് പറയാൻ പോലും മടി, മുമ്പിലേക്ക് പോവാൻ മടി. പക്ഷെ അവർക്ക് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യും. പക്ഷെ എന്താണ് സമയാസമയത്തൊന്നും ഒരു കാര്യം ഒരു ഫാമിലി ലൈഫിൽ പോലും ഓപ്പൺ അപ്പ് ആവാത്തത് കൊണ്ട് അവർ ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രഗിളും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളും പിന്നീട് അവർ അനുഭവിക്കും. ഇങ്ങനത്തെ ആളുകളിൽ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു തെറാപ്പിയാണ് CFT. അതേപോലെ തന്നെ സെൽഫ് ക്രിറ്റിസിസം, അതായത് സ്വന്തമായിട്ട് ഒരു വിമർശിക്കുക, സ്വന്തത്തോട് തന്നെ ഒരു താല്പര്യമില്ലായ്മ, പിന്നെ അതേപോലെ തന്നെ ഞാൻ എന്തിനും കൊള്ളൂല, ഞാൻ മറ്റുള്ള ആളുകളെ പോലെയല്ല, ഞാൻ അതിന് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളും നമ്മൾ എന്താണ് ഈ ഒരു തെറാപ്പി ഉപയോഗിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു തെറാപ്പിന്റെ മെത്തേഡ് എന്ന് വെച്ചാൽ അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കും ഫിസിക്കലി ആയിട്ടുള്ള അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, സോഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട്, ഈ 3 പ്രശ്നങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു തെറാപ്പി സെഷൻ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ പോവുക. ഫിസിയോളജിക്കൽ നോക്കും, പിന്നെ അതേപോലെ തന്നെ സൈക്കോളജിക്കൽ നോക്കും, അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ട് നോക്കും, സോഷ്യൽ ആയിട്ടുള്ളത് നോക്കും. സോഷ്യലി എന്ന് പറയുന്നത് എന്താണ്, മറ്റുള്ള ആളുകളുമായിട്ട് എത്രത്തോളം ഇന്ററാക്ട് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഈ ഒരു തെറാപ്പിന്റെ സ്റ്റാർട്ടിങ് എന്ന് തുടങ്ങുന്നത്. പിന്നെ ഇതിന്റെ പ്രധാനമായിട്ട് ഒരു കീ എലമെന്റ് ഇതിൽ പ്രധാനമായി ഞാൻ പറഞ്ഞു തന്നെയാണ് എന്താണ് ഇവരെ ഇങ്ങനത്തെ ആളുകൾ നമ്മൾ പ്രധാനമായും ഷെയിം ആൻഡ് സെൽഫ് ക്രിറ്റിസിസം തന്നെയാണ്. മറ്റുള്ള ആളുകളോട് എത്രത്തോളം ഇവർ സംസാരിക്കുന്ന ലജ്ജ കാണിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തത്തോട് എത്രത്തോളം വിമർശിക്കുന്നു,
അതേപോലെ തന്നെ തങ്ങളുമായിട്ട് മറ്റുള്ള ആളുകളും എത്രത്തോളം കമ്പാരിസൺ നടത്തുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ തന്നിൽ എത്രത്തോളം എല്ലാ റിലേഷൻഷിപ്പിലും എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ള. കാരണം ഒരു ഫാമിലി ലൈഫ് ഒക്കെ വരുമ്പോൾ എന്താണ്, എനിക്ക് എത്രത്തോളം പ്രത്യേകിച്ചൊരു അബ്യൂസ് ഒക്കെ നടന്നിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ പിന്നീട് അവരുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, എനിക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം എന്റെ ലൈഫിൽ കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒരു പണ്ട് അനുഭവിച്ച ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് എനിക്ക് മുന്നോട്ട് ഇനി പോവാൻ കഴിയുമോ, നല്ലൊരു ലൈഫ് എന്റെ പാർട്ണർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉള്ള ആളുകൾ നമ്മൾ പ്രധാനമായിട്ട് എന്താണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നെ ഇതുമായിട്ട് എന്താണ് ബ്രെയിൻ സിസ്റ്റം, അതായത് ഈ ഒരു ഇതിൽ രണ്ട് ബ്രെയിൻ ആണ് ഇതിൽ, ഒന്ന് ഓൾഡ് ബ്രെയിനും ഒന്ന് ന്യൂ ബ്രെയിനും. അന്നപ്പോ ഇതില് നമ്മൾ ബ്രെയിനിന്റെ കാര്യം നോക്കുന്ന അതായത് ഓൾഡ് ആയിരിക്കുന്ന ഒരു നമ്മുടെ തലച്ചോറിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അത് എന്ത് ചെയ്യും, മൊത്തത്തിൽ എന്താണ് റിമൂവ് ചെയ്തിട്ട് ഒരു പുതിയൊരു ബ്രെയിനിലേക്ക് നമ്മൾ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്ന് തന്നെ പറയാം. അതിൽപ്പെട്ടതാണ് ഇവർക്കുണ്ടാവുന്ന ത്രെട്ട്. അതായത് ത്രെട്ട് മീൻസ് അതൊരു ഭീഷണി. അവർക്ക് ചിലപ്പോൾ ലൈഫിൽ ഒരുപാട് ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭീഷണി മീൻസ് പ്രശ്നങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ ലൈഫിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവരെ ഇരിക്കുന്നത്. പിന്നെ പ്രൊട്ടക്ഷനുമായിട്ട് അവർക്ക് ഏതൊക്കെ രീതിയിൽ പ്രൊട്ടക്ഷൻ ഇല്ല, പിന്നെ സാമ്പത്തികമായിട്ട് മാനസികമായിട്ടും ഇനി മറ്റു തരത്തിലുള്ള റിലേഷൻഷിപ്പുമായിട്ട് ഇവർക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇവർക്ക് എന്താണ് ചിലപ്പോ ഇതില് ബ്രെയിൻ സിസ്റ്റത്തിൽ പറയുന്ന ഫ്ലൈറ്റ് ആൻഡ് പിന്നെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്നാണ് ഇതിൽ പറയുന്നത്. കാരണം പഴയതിൽ എന്താണ്, അവർക്ക് ചിലപ്പോൾ നോർമൽ നെഗറ്റീവ് ചിന്തകൾ മാത്രം നിൽക്കുകയാണ്. അപ്പോൾ അതിനോട് നമ്മൾ ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് അത് അവരെ കൊണ്ട് ഫ്ലൈറ്റ് ആക്കുക എന്നുള്ളത്. അതായത് ഇതിനൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാതും നമ്മൾ അതിനെന്താണ് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് എന്താണ് മുന്നോട്ട് പറക്കാൻ ശ്രമിപ്പിക്കുക, അവരെ എന്താണ് നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതില് ഈ ഒരു ബ്രെയിൻ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബ്രെയിൻ സിസ്റ്റത്തിൽ, അതായത് ഇവരെ ലൈഫിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ എന്താണ്, പിന്നെ നല്ല രീതിയിൽ എന്താണ് ഒരു കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ എന്താണ് നോക്കണം. കാരണം ചില കുട്ടികളിൽ പിന്നെ നമ്മളെന്താണ് ഒരു ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും കടയിലൊക്കെ നമ്മൾ ഷോപ്പിലൊക്കെ പോയി ചില കുട്ടികൾക്ക് ഉണ്ടാവും ചില വാശികൾ. എനിക്കത് വേണം എന്ന് പറഞ്ഞ് ഭയങ്കരമായി വാശി ശീലിക്കുന്ന സമയത്ത് അങ്ങനത്തെ കുട്ടികളെ നമ്മൾ എന്താണ് അവർക്ക് റിജക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. എന്താണ് ആ സിറ്റുവേഷൻ അവർക്ക് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് നമ്മൾ എന്താണ് വേണ്ടത് എന്ത് വേണ്ടാത്തത് എന്നുള്ളത് നമ്മൾ അവിടെ പഠിപ്പിക്കുകയാണ് നിർബന്ധമായിട്ട്. അവരെ ചിന്ത അതിപ്പോ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും അവരെ ലൈഫിലേക്ക് എന്താണ് നല്ലത് എന്താണ് ചീത്തത് രണ്ടും വേർതിരിച്ചിട്ട് എന്താണ് അവരെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നല്ലൊരു ലൈഫിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഈ ഒരു ബ്രെയിൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതായത് ഇതിൽ ഓൾഡ് ബ്രെയിനും ന്യൂ ബ്രെയിനും എന്ന് പ്രത്യേകമായിട്ട് ഈ ഒരു തെറാപ്പിയിൽ പറയുന്നു. പഴയ ബ്രെയിനിൽ കിടക്കുന്ന ചിന്താഗതിയൊക്കെ മാറ്റി പുതിയ രീതിയിലേക്ക്, അതായത് പുതിയതായ കാര്യങ്ങൾ അവരെ കൊണ്ട് പഠിപ്പിക്കുക, പുതിയതായ ചിന്താഗതികൾ അവരെ മനസ്സിലേക്ക് കൊണ്ടുപോവുക, പുതിയ റിലേഷൻഷിപ്പ് അവരിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ഒരു ബ്രെയിൻ സിസ്റ്റത്തിന്റെ, അതായത് CFTന്റെ ഒരു മോഡൽ എന്ന്. സാധാരണ നമ്മൾ കോഗ്നിറ്റീവിൽ ഒരു മോഡൽ പഠിച്ചു, പലതരത്തിലുള്ള മോഡൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു മോഡലാണ്, അതായത് നിങ്ങൾ ഈ ഒരു പിക്ചറിൽ ത്രെട്ട് എന്ന് പറയുന്നത് ഇവിടെ അവർക്ക് ഇങ്ങനത്തെ ആളുകൾക്ക് എപ്പോഴും എന്താണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അവരുടെ ലൈഫിൽ എന്തെങ്കിലും മറ്റുള്ള ആളുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ഏതെങ്കിലും ഒരു പ്രശ്നം അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവർ ചില ആളുകൾ എന്നെ എപ്പോഴും ആളുകൾ കളിയാക്കും, അല്ലെങ്കിൽ എനിക്കൊരു എന്താണ് അവർക്ക് ഇങ്ങനത്തെ ആളുകൾക്ക് എന്താണ് സ്വന്തമായിട്ട് ഒരു സെൽഫ് കൺട്രോൾ, മറ്റുള്ള ആളുകളോട് എന്താണ് സംസാരിക്കുന്ന സമയത്ത് ചില ഭയങ്കരമായിട്ട് ചൂടാകുന്ന സമയത്തൊക്കെ എന്താണ് അവർക്ക് കൺട്രോളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ അതേപോലെ തന്നെയാണ് സ്വന്തമായിട്ട് ഒരു മുൻകരുതൽ ഇവർക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഒരു സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് അവിടെ നല്ലൊരു ഡിസിഷൻ എടുക്കാനോ ഇങ്ങനത്തെ ആളുകൾക്ക് പറ്റില്ല. അതേ സമയത്ത് നോക്കുന്ന സമയത്ത് ഇവർക്ക് മറ്റുള്ള ആളുകൾ എന്താണ് തീരെ വിശ്വസിക്കില്ല. അതാണ് ഇവിടെ ത്രെട്ട് എന്ന് പറയും. ഈ ഒരു ത്രെട്ടിൽ നിന്ന് എന്താണ് ഡയറക്റ്റ് ആയി നമ്മൾ നേരെ ഡ്രൈവിലേക്ക് പോകും. ഡ്രൈവിൽ നിന്ന് എന്താണ് ഈ ത്രെട്ട് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു സിറ്റുവേഷൻ ആക്കാം. മറ്റുള്ള തെറാപ്പികളെ പോലെ തന്നെ പണ്ടെങ്ങാനും സംഭവിച്ച ഒരു സിറ്റുവേഷൻ, ഒരു പ്രശ്നം ഉണ്ടാവുന്നു, ആ പ്രശ്നങ്ങൾക്ക് എന്താണ് അവർക്ക് എന്താണ് മറ്റൊരു ഓട്ടോമാറ്റിക് ചിന്തകൾ വരുന്നു. കാരണം എന്താണ് ഹോപ്പ്ലെസ്നെസ്, അല്ലെങ്കിൽ വെർത്ത്ലെസ്നെസ്, അല്ലെ എന്നെ ഒന്നിനും കൊള്ളൂല, ഞാനൊന്നിനും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി മുന്നോട്ടൊന്നും ഇല്ല എന്നുള്ള ഡിപ്രസീവ് അവസ്ഥയിലൊക്കെ കിടക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ഈ ഒരു തെറാപ്പി മൂടെ ത്രെട്ടിൽ നിന്ന് നേരെ ഡ്രൈവ് എന്ന് പറയുന്ന
ഒരു സെക്ഷനിലേക്ക് മാറ്റും. കാരണം എന്താണ്, ഡ്രൈവ് എന്നുള്ളത് മാറ്റത്തിനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കറന്റ്ലി അവർക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും എന്താണ് ചെറുതായി മോട്ടിവേറ്റ്, എൻകറേജ്മെന്റ് അല്ല. സാധാരണ മറ്റുള്ള തെറാപ്പികൾ മോട്ടിവേറ്റഡ് ആണ്, നമ്മൾ എൻകറേജ്മെന്റ് ആണ് കൂടുതൽ കൊടുക്കുക. പക്ഷെ കമ്പാഷനിൽ വരുന്ന സമയത്ത് മോട്ടിവേറ്റ് ചെയ്യുക. കാരണം എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ നിന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്കത് സാധിക്കും. വീണ്ടും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അവരെ കൊണ്ട് പറയുക എന്നുള്ളത്. പിന്നെന്താണ്, ഈ ഡ്രൈവിൽ തന്നെ മെച്ചപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ മോശമായിട്ടുള്ള, ഡെയിലി ഇങ്ങനെ വീട്ടിൽ നിന്ന് കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, ഡിപ്രസീവ് ഒക്കെ ആയിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ അവർ അബ്യൂസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലാണെങ്കിൽ അവർക്ക് ആ പഴയ ചിന്താഗതി ഒക്കെ മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ എന്താണ്, ഫാമിലി ലൈഫിലാണെങ്കിൽ ഭർത്താവും ഭാര്യയായിട്ട് എന്നും അടിയാണ്, അതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന നമ്മളെ മുമ്പിൽ ഒരു ക്ലയന്റ്, ഏത് ക്ലയന്റും ആയിരിക്കട്ടെ, നമ്മളെ മുമ്പിൽ വരുന്ന ഒരാളെ മുമ്പിൽ നമ്മൾ എന്താണ്, അവർക്കൊരു ബെറ്റർ ലൈഫ്, ഇപ്പൊ കറന്റ്ലി പ്രശ്നങ്ങളിൽ നിന്നും ഒരു ഓപ്പോസിറ്റ് ആയ ഒരു ചിന്താഗതി ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ നിന്നെന്താണ് നല്ലൊരു ലൈഫ് അവർക്ക് ആവശ്യമുള്ളത്. കാരണം ഇന്ന ലൈഫ് എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഈ ഒരു ചിന്താഗതിയുമായി നിങ്ങൾ എത്ര കാലം ജീവിക്കും, എന്തിനാണ് ഇത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കാരണം സാധാരണ ഒരു കൗൺസിലിംഗ് പോലെയല്ല ഇവിടെ നടക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഈ തെറാപ്പി മൂലം. കാരണം എന്താണ്, CBT ഹാഫ് വേ അവരെ ചിന്താഗതികൾ ഉപയോഗിക്കുന്നു, സെക്കൻഡ് ഹാഫ് വേയിൽ ഈ ഒരു തെറാപ്പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ റിസൾട്ട് ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, ബെസ്റ്റ് ടൂളാണ് ഈ ഒരു CFT എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡ്രൈവിൽ നിന്നും എന്താണ് അവർക്ക്, നമ്മൾ ഡ്രൈവ് ഏകദേശം ത്രെട്ടിൽ നിന്ന് പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഡ്രൈവിലേക്ക് എത്തി, ആ ഡ്രൈവിൽ നിന്നും ഏകദേശം ആള് ഓക്കെ ആയെന്ന് കണ്ട സൂത്തിങ് എന്ന് പറയുന്നത്, അവിടെ ഇവരെന്താണ് ആശ്വാസം കണ്ടെത്തുന്ന ഒരു ഏരിയ ആണ്. കാരണം എന്താണ്, എനിക്ക് കിട്ടുന്ന നല്ലതായിട്ടൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എനിക്കിപ്പോ ഓക്കെ ആണ് എന്നുള്ളത് തിരിച്ചറിവുണ്ടാക്കുന്ന ഒരു ഏരിയയാണ് സൂത്തിങ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു മോഡൽ മനസ്സിലാക്കുക, ത്രെട്ട്, ഡ്രൈവ്, സൂത്തിങ്, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ ഈ ഒരു കണ്ടില്ലേ, അതിൽ ഡ്രൈവിൽ എന്താണ് പല പ്രശ്നങ്ങളും വരും. ഡ്രൈവ് മെയിൻ ആയിട്ട് അതിൽ ബിഹേവിയർ ഇഷ്യൂസ് വരും, അറ്റൻഷന്റെ പ്രശ്നങ്ങൾ വരും, അവരെ ചിന്തകളുടെ പ്രശ്നങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെയാണ് ഇമോഷൻ, അവരെ മൊത്തത്തിൽ ഒരാളുമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഡ്രൈവിൽ വരും. അതൊക്കെ എന്താണ് നമ്മളൊന്ന് മാറ്റിക്കൊടുത്ത് അവരെ ചിന്താഗതിയിലെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് നേരെ എന്താണ് സൂത്തിങ്ങിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഏരിയ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ ഇതില് ആ ഒരു മോഡൽ ഏകദേശം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ അടുത്തൊരു ആട്രിബ്യൂട്ട് എന്നത് കമ്പാഷനിൽ ചില നമ്മൾ പ്രത്യേകമായിട്ട് ഈ തെറാപ്പി മൂലം അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ പറഞ്ഞു തന്നെയാണ് എങ്കിൽ പോലും, പിന്നെ അതായത് നല്ലൊരു വെൽബീയിങ് ആയിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് കൂടുതൽ കെയർ ലഭിക്കുന്ന ആളുകളിലേക്കൊക്കെ, പല പ്രശ്നങ്ങൾക്കും ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ട്രോമ അബ്യൂസ് ഒക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരും, നല്ല രീതിയിലുള്ള. അപ്പോ അതിനനുസരിച്ച് നമ്മൾ എന്താണ് ഈ തെറാപ്പി മൂലം എന്താണ് അതുമായി കണക്റ്റീവ് ആയിട്ട് ആളുകൾ എന്താണ് അവരിലേക്ക് എത്തിക്കുക, കുട്ടികൾക്ക് പാരന്റുമായിട്ട് കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക. ഇനിയിപ്പോ മറ്റുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ എന്താണ് മറ്റ് രണ്ടാളുകളെയും ഇരുത്തി ഇതിന്റെ ഒരു ജീവിതത്തെ, പുതിയൊരു ജീവിതത്തെ കുറിച്ചും ഇങ്ങനെയൊക്കെ പോയാൽ പോരാ, നല്ലൊരു ജീവിതം നിങ്ങൾക്ക് വേണം, അതിന്റെ ആ കാര്യമായിട്ടുള്ള ഇവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഒരു സിമ്പതി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ എമ്പതിനെ പോലെ തന്നെയാണ് സിമ്പതിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ സിമ്പതി എത്രത്തോളം അവരുടെ ലൈഫിൽ, അതായത് മറ്റുള്ള ആളുകളുടെ കരുണ കാണിക്കേണ്ടത് എങ്ങനെയാണ്, തന്റെ കരുണ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇങ്ങനെ പ്രകടിപ്പിക്കേണ്ടതെന്നും എന്താണ് ഇവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ എന്താണ് ഈ ഒരു എമ്പതി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എമ്പതി വളരെ ഒരു എന്താണ്, സിമ്പതി എമ്പതി ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏകദേശം ഒരു എമ്പതിയുമായിട്ട് നമ്മൾ പരമാവധി എന്താണ് അവരെ എമ്പതറ്റിക്കൽ അവരോട് സംസാരിച്ചതിന് ശേഷമാണ് അവരെ എമ്പതി കൂടി നമ്മൾ കണക്കാക്കണം എന്നാണ്. അതെന്താണ്, പൂർണ്ണമായും അവരെ കേട്ടതിന് ശേഷം ഒരു നോൺ ജഡ്ജ്മെന്റ് അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അവരോട് സംസാരിച്ചിട്ട് അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എടുത്തതിന് ശേഷമാണ് എന്താണ് നമ്മളെ ഈ ഒരു തെറാപ്പി സെഷനിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താണ് കൂടുതലായിട്ട് അവർ കെയർ ഉണ്ടായി കൊടുക്കുക, സിമ്പതി എമ്പതി എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പിന്നെ പ്രധാനമായിട്ടും സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു തെറാപ്പി ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു മോഡൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ പ്രശ്നം ത്രെട്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറിലൊക്കെ വരച്ചു കൊടുക്കാം, നിങ്ങളെ പ്രശ്നം ഇന്നതാണ്, അതിൽ നിന്നും വന്നിട്ട് ഇന്ന പ്രശ്നങ്ങളുമായി ചുറ്റുപാടുമായിട്ട് നിങ്ങൾക്ക് ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ട്, ഇത്രത്തോളം ആളുകളുമായിട്ട് നിങ്ങൾ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതെന്താണ്, അത് നമുക്ക് ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കാം എന്നെന്താണ് ഈ ഒരു മോഡ് അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ കമ്പാഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്, അവ പിന്നെ ഇവര് ഇപ്പോ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്വഭാവമോ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ പിന്നെ
ലൈഫുമായി ഡെവലപ്മെന്റുമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനൊക്കെ നമ്മൾ എന്താണ് നല്ല രീതിയിൽ ശ്രദ്ധ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. സാധാരണ മോശമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് നല്ല ചിന്താഗതി വ്യത്യാസങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവരെ ഫ്യൂച്ചർ പ്ലാനുകൾ അറിയുക, അതിനനുസരിച്ചുള്ള ഗ്രോത്തുകൾ നമ്മൾ ഈ ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ശരിക്കും എന്ന് പറഞ്ഞാൽ കമ്പാഷൻ തിയറി എന്ന് പറഞ്ഞാൽ CFTന്റെ ഒരു പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അതിന്റെ ഡെഫിനിഷൻ എന്ന രീതിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പിന്നെ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഏതെങ്കിലും അവരല്ല പറഞ്ഞതിൽ അവരിപ്പോ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ എന്താണ് വികസിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ പ്രോസസ്സിംഗ് ചെയ്യുന്ന രീതിയിൽ ഡെവലപ്മെന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഒറ്റ ഉദാഹരണം പറയുകയാണെങ്കിലും പിന്നെ എന്തെങ്കിലും ഒരു ലേണിംഗ് ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായി നമ്മുടെ മുമ്പിൽ എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി ഒരു കരച്ചിലും ബഹളവും ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടീന്റെ കാര്യമാണെങ്കിൽ ആ കുട്ടി പഠിക്കുന്നില്ല. അപ്പൊ ആ കുട്ടി പഠിക്കുന്നില്ല, എന്തുകൊണ്ട് പഠിക്കുന്നില്ല, കുട്ടി എന്തെങ്കിലും ആക്ടിവിറ്റീസോ മറ്റുള്ള കാര്യം കുട്ടിക്ക് പോസിറ്റീവായി തോന്നിയ കാര്യം നമുക്ക് തോന്നുകയാണെങ്കിൽ ആ കുട്ടീനെ അതിൽ മാത്രം എന്താണ് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകും. അതേപോലെ തന്നെയാണ് ഡിപ്രസീവ് ആയിട്ടുള്ള അവസ്ഥയിലും ഇനി ആങ്സൈറ്റി ഉള്ള അവർക്കൊക്കെ എന്താണ് അവരെ ആങ്സൈറ്റിയെ കൂടുതൽ പഠിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ ഡിപ്രഷൻ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കുകയല്ല. അവർക്ക് എന്താണ് അവർ ഉള്ളിലുള്ളത് നല്ലൊരു പോസിറ്റീവായിട്ട് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അതിനെ നമ്മളൊന്ന് പുറത്തേക്ക് എടുത്ത് നല്ല രീതിയിലേക്ക് അവരെ അതിനെ വില്ലിങ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരിക്കലും എന്താണ് ഈ ഒരു പിന്നെ ഈ ഒരു ഇവരെ ഈ ഒരു ലൈഫിൽ ഇവർക്ക് എത്രത്തോളം ഈ ഒരു പ്ലഷർ, അതായത് നല്ലൊരു സന്തോഷം ഇവർക്ക് എവിടെ കിട്ടുന്നുണ്ട് അത് നമ്മൾ ചോദിക്കറിയാം. കാരണം നമ്മൾ ഒരു കാര്യം അവരോട് പറയാണ്, ഈ ഒരു തെറാപ്പി സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു തെറാപ്പി എന്തൊരു ഇവർക്ക് ആക്ടിവിറ്റി കൊടുക്കുമ്പോഴും ആ ആക്ടിവിറ്റിയിൽ ഇവർ എത്രത്തോളം ഹാപ്പിനെസ് എത്രത്തോളം പ്രഷർ ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്താണ് അവരോട് ചോദിച്ചറിയുക. അതിനനുസരിച്ച് എന്താണ് നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ഈ ഒരു തെറാപ്പിന്റെ പ്രത്യേകതയാണ്. അല്ലാണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ മാത്രം ഫോക്കസ് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. അതും കൂടി ശ്രദ്ധിക്കാം. കാരണം ഒരു ആക്ടിവിറ്റി അവർ കൊടുത്താൽ അതിൽ നമുക്ക് അവർക്കൊന്നും ലഭിക്കാനില്ലെങ്കിൽ അത് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ക്ലയന്റിന്റെ അതായത് കമ്പാഷൻ ബിഹേവിയർ വരുന്ന സമയത്ത് ഇവർക്ക് വളരെ രീതിയിലുള്ള ചില ഇമേജും നമ്മൾ സാധാരണ ഈ ഒരു തെറാപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ടൈപ്പ് തെറാപ്പിയാണ് ഇവിടെ ചെയ്തത്. ഒന്ന് ഇമേജ് അല്ലെങ്കിൽ എന്താണ് ലെറ്റർ റൈറ്റിംഗ് ആണ്. 2 നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് അത്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഒരു തെറാപ്പി സെഷൻ ഇവരെ കൊണ്ട് ചെയ്യുക. അപ്പോ പല ആളുകൾക്കും എന്താണ് ഇമേജറി എക്സർസൈസും അല്ലെങ്കിൽ ലെറ്റർ റൈറ്റും കാര്യങ്ങളൊന്നും ചിലപ്പോൾ എഴുതാനോ അത് കാണിച്ചിട്ടൊന്നും കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഉണ്ടെങ്കിൽ എന്താണ് തൽക്കാലം അത് നിർത്തി ഒരു ബ്രീത്തിങ് എക്സർസൈസും കാര്യങ്ങളും അവരെ ഒരു എന്താണ് ഡീപ്പായിട്ട് കാര്യങ്ങളിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അവരെ കൂടുതൽ സംസാരിപ്പിക്കാനുള്ള മറ്റുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളത്. ഇതിന് ശേഷമാണ് എന്താണ് ഒരു ഇമേജറി എക്സർസൈസും അല്ലെങ്കിൽ ലെറ്റർ റൈറ്റിംഗ് എന്ന ഒരു പോർഷനിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെയാണ് ചില ആളുകൾക്ക് ഇമേജസ് കാണിച്ച് ചിലപ്പോൾ അവർക്ക് എന്താണ് പല നമ്മളൊരു ഒരു ട്രീന്റെ അല്ലെങ്കിൽ ഒരു ചിത്രം എന്തെങ്കിലും ഒരു മൃഗത്തിന്റെ ചിത്രം കാണിച്ച് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ അവരോട് പറയുന്ന സമയത്ത് അവർക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് അതിനെപ്പറ്റി നമ്മൾ എന്താണ് കൂടുതലായിട്ട് ഒന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കുക. എന്നിട്ട് അതിനെ അവര് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുക. ചിലപ്പോൾ നമ്മൾ ഉപദേശങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ഈ ക്ലയന്റുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്. കാരണം ഈ ഒരു ചിത്രത്തെ കുറിച്ച് അവരുടെ മൈൻഡിൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയി നെഗറ്റീവ് ആയിട്ട് കൂടുതലാണെങ്കിൽ എന്താണ് തൽക്കാലം നെഗറ്റീവ് ഉള്ള കാര്യം നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഈ ചിത്രത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് കാണുന്നത് അത് മാത്രം പറയുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ചില സമയത്ത് ചില ആളുകൾക്ക് ക്ലിനിക്കിൽ ഈ ഒരു തെറാപ്പി നമ്മൾ നടക്കുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് നമ്മൾ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ കാണിക്കുമ്പോൾ അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാകും. അപ്പൊ ചില ആനിമൽസിന്റെയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് ഒരു ട്രീന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അതിലേക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയത് അവരെ ആ സ്ട്രെങ്ത്തും അവരെ ഒരു രീതിയും അവരുടെ കമ്പാഷനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ നമ്മൾ അവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ ഒരു കൊടുക്കുന്ന സമയത്തും നമ്മൾ എന്താണ് ആ സ്പോട്ടിൽ അവർക്ക് ഏത് ചിത്രമാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് എന്താണ് അവർക്ക് സ്വന്തമായിട്ടുള്ള ആ ചിത്രത്തോടുള്ള കമ്പാഷനെ നമ്മൾ തിരിച്ചറിയുക. അതേ സമയത്ത് അവരെ ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മൾ ഒരു പിക്ചർ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത്
അവർക്ക് എന്താണ് അവരെ ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക, അവിടെ എന്താണ് അവർക്ക് ആ സ്പോട്ടിൽ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ആ സ്പോട്ടിൽ ഇവർക്ക് ഒരു നിരാശാഭാവമാണെങ്കിൽ നമുക്ക് സ്പോട്ടിൽ അവരെ കൊണ്ട് ആ ചിത്രം ഒന്ന് മാറ്റുന്നിട്ട് അവരോട് ചോദിക്കുക, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു മനസ്സിലൊരു വിഷമം തോന്നിയ കാര്യം. അപ്പോ അവർക്ക് എന്താണ് ആ വോയിസ് ടോൺ എന്താണ്, അവർക്ക് ചിലപ്പോ ഒന്ന് പതറാനുള്ള സാധ്യത, ആ കാര്യങ്ങൾ അവർക്ക് എടുത്ത് പറയുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എന്താണ് ജസ്റ്റ് ഒന്ന് അവരോട് പറയുക, ഈ ഇപ്പൊ ചിന്തിച്ച കാര്യങ്ങളൊന്ന് ഡീപ്പായിട്ട് ചിന്തിച്ചിട്ട് ഞങ്ങളോട് പറയാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ഫേഷ്യൽ എക്സ്പ്രഷൻ ആൻഡ് ബോഡി എക്സ്പ്രഷൻ. കാരണം നമ്മൾ കാണിക്കുന്ന എന്ത് ചിത്രമായിക്കോട്ടെ ആ സമയത്ത് അവർ ശ്രദ്ധിക്കണം, അവരെ മുഖത്ത് എന്താണ് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ വ്യത്യാസങ്ങൾ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ ഇവിടെയൊക്കെ ഒരു EMDR ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്താണ് സാധാരണ ഈ ഐ മൂവ്മെന്റ് ഡിസൻറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു എന്താണ് ഒരു കൈകൊണ്ട് പോലും നമ്മൾ അങ്ങോട്ട് കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരെ കണ്ണിങ്ങനെ മൂവ്മെന്റ് ചെയ്യും. പക്ഷെ ആ സമയത്തുണ്ട് അവർ വളരെ എന്താണ് ടെൻഷൻ അടിക്കുന്നത് കാണാം. അപ്പോൾ എന്താണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഇതേപോലെ ചോദ്യങ്ങൾ അവരോട് ചോദിക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുക. പക്ഷെ മറ്റുള്ള തെറാപ്പികൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ് ജേണൽ എഴുതിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ അതൊന്നും ആവശ്യമില്ല. ഈ ഒരു തെറാപ്പിന്റെ ഒരു റാപ്പോ ബിൽഡപ്പിന് ശേഷം നമ്മൾ കറക്റ്റ് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് നല്ലൊരു എന്താണ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണിത്. പിന്നെ ഈ ഒരു CFT യൂസ്ഡ് എന്ന് പറയുന്നത് എന്നാൽ പലതരത്തിൽ നമുക്ക് എന്താണ് നമുക്ക് ഇവർക്ക് ഉപയോഗിക്കാം. അപ്പോ ഈ CFT പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഡിപ്രഷനിലാണ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഡിപ്രഷനുള്ള ആളുകൾക്ക് പ്രധാനമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അവർ എന്താണ് സ്വയം വിമർശിക്കുകയാണ്. അതായത് സ്വന്തമായിട്ട് കൂടുതൽ എപ്പോഴും എന്താണ് വിമർശിക്കും ഇവരെ കുറിച്ച് തന്നെ. അപ്പോൾ അത് അങ്ങനെയുള്ള ഏരിയ നമുക്ക് മനസ്സിലാവാം ഇതൊരു ഡിപ്രഷൻ ആണ്. ഈ ഒരു CFT നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ ആങ്സൈറ്റി ഡിസോർഡറിൽ നമുക്ക് ഉപയോഗിക്കാം എന്താണ് സ്വയമായിട്ട് എന്താണ് കുറ്റപ്പെടുത്തുക. ഇവരെന്ത് കാര്യം ഇവരുടെ ലൈഫിൽ ഇവിടെ വന്നിട്ട് മറ്റുള്ള ആളുകളെ ഇവർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അറ്റ്ലീസ്റ്റ് ഞാൻ എപ്പോഴും ഉദാഹരണം പറയാറുണ്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയിട്ട്. അപ്പോ ഇവിടെ ക്ലാസ്സിൽ ഇയാൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയാണ് വിംബിൾ അക്കാദമി വളരെ മോശമാണ്, ഈ ക്ലാസ് എടുക്കുന്ന ആൾക്ക് എന്താണ് ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരുപാട് ചിന്താഗതിയൊക്കെ എന്താണ് ഇങ്ങനത്തെ ആളുകൾ നമുക്ക് അവർ ഒരു സിംറ്റംസ് ആയിട്ട് കണക്കാം. ഈ ഒരു പ്രശ്നം ഇയാൾക്ക് ലൈഫിലുണ്ട്, അതുകൊണ്ട് എന്താണ് നമുക്ക് CFT തെറാപ്പിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ അതേപോലെ ഈറ്റിംഗ് ഡിസോർഡർ, അതായത് അമിതമായിട്ട് ഈ ഭക്ഷണം കഴിക്കുന്ന ആള് അല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാത്ത ആളുകൾ, ഇതുമായിട്ട് അത് പിന്നെ ഒരുപാട് ഡിസോർഡർ ഉണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് എന്താണ് നമുക്ക് അവരെ കാര്യങ്ങൾ ബോഡിയിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് അവർക്ക്. കാരണം സ്വന്തത്തോട് ബോഡിയോട് താല്പര്യം ഇല്ലാതിരിക്കുക, അതുകൊണ്ട് എന്താണ് മറ്റുള്ള പോലെ എനിക്ക് ആവണം, തടി വെക്കണം, സൗന്ദര്യം വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ തീരെ കഴിക്കാതിരിക്കുക, അതുമൂലം ഉണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ അതേപോലെ തന്നെയാണ് PTSD, അതായത് എന്തെങ്കിലും ഒരു ട്രോമ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇവർക്ക് എപ്പോഴും എന്താണ് PTSD ഉള്ള ആളുകൾക്ക് എന്താണ് ലജ്ജ കൂടുതലായിരിക്കും. അതായത് അതേപോലെ സ്വയം കുറ്റപ്പെടുത്തുന്ന രീതി ഇവർക്ക് കാണും. അതുകൊണ്ട് തന്നെ എന്താണ് പിന്നെ പണ്ടെങ്ങാനും സംഭവിച്ച ഒരു ട്രോമയായി അതിനുശേഷം എന്താണ് ഇവരുടെ ആരോടും സംസാരിക്കാതാവും, മറ്റു ഓപ്പൺ അപ്പ് ആവാം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ടാവും. അതേപോലെ തന്നെയാണ് ബോർഡർ ലൈൻ, വൈകാരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവും. ഇവർക്ക് എന്താണ് പിന്നെ ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിലുള്ള ആളുകൾക്ക്. പിന്നെ ട്രോമ അബ്യൂസ്, അങ്ങനത്തെ രീതിയിലുള്ള ആളുകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ക്രോണിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താണ് വിട്ടുമാറാത്ത ചില പ്രശ്നങ്ങളുള്ള ആളുകൾക്ക്. അതായത് ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവരെ ചിന്തകൾ എന്താണ് എനിക്ക് എന്തോ വലിയ അസുഖമുണ്ട്, ഒരു ആങ്സൈറ്റി ലെവൽ എപ്പോഴും. കാരണം അതിന്റെ ചിലപ്പോൾ അവർ ക്ഷീണിതരായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒരു എന്താണ് എപ്പോഴും ഡോക്ടറെ പോയി കാണിക്കുക, എപ്പോഴും ക്ഷീണാന്ന് പറയാ. ചില പ്രായമുള്ള ആളുകളൊക്കെ കാണാറുണ്ട് നമ്മൾ എന്താണ് എന്തോ ഒരു അസുഖമുണ്ട്, അവർക്ക് എഴുന്നേക്കാൻ പോരാ, ബോഡി പെയിൻ, തലവേദന, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് നമുക്ക് CFT ഉപയോഗിക്കാം. പിന്നെ അതേപോലെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇങ്ങനത്തെ ആളുകൾക്കാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അവർക്ക് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇങ്ങനത്തെ ആളുകൾ എപ്പോഴും ദേഷ്യം പിടിക്കുന്നതായിട്ട് കാണാം, അതേ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള ആളുകൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സെൽഫ് എസ്റ്റീം ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ് സ്വന്തമായിട്ട് എന്താണ് ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാത്ത, വിശ്വാസം ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഗ്രോത്തും ഇല്ലാത്ത ആളുകൾ, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ. അതേപോലെ തന്നെയാണ് വർക്ക് സ്ട്രെസ്, അതായത് ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പല ടെൻഷനും കാര്യങ്ങളുള്ള ആളുകളൊക്കെ നമ്മളെ മുമ്പിൽ വരികയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു തെറാപ്പി ഉപയോഗിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു തെറാപ്പിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഇവരെ സിംറ്റംസ് എന്ന് പറയും ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ് വർക്ക്. കാരണം
എന്നെ കൊണ്ട് ഇനി ഒന്നും കഴിയില്ല, എനിക്കൊരു പ്രതീക്ഷയില്ല, ഞാനൊന്നിനും കൊള്ളൂല എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും ഇവർ കൂടുതലായിട്ട് എപ്പോഴും ഇവർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോ അങ്ങനെയുള്ള ഒരു ഏരിയക്കാണ് നമ്മൾ ഇവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു 3 ഏരിയാസ് നമ്മൾ അവരെ കണ്ടുപറ്റി കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് ഈ ഒരു തെറാപ്പീന്റെ ഒരു ഫസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറിയൊരു പോർഷൻ എന്നുള്ള ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ഒരു ഡിപ്രഷന്റെ ഒരു ഏരിയ തന്നെയാണ്. നമ്മൾ ഡിപ്രഷൻ ഒക്കെ പഠിച്ചവർക്ക് അറിയാം. ഒരു ഡിപ്രഷന്റെ പ്രധാനമായിട്ടുള്ള സിംപ്റ്റംസ് ആണിത്. പക്ഷെ ഇത് മൊത്തത്തിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാത്തിനെയും ഈ ഒരു കാണാൻ വരാം ലൈഫിൽ. കാരണം എന്താണ്? ഒന്നിനും ഒരു പ്രതീക്ഷ ഇല്ലാതെ, കാരണം എന്ത് ചെയ്താലും ആളുകൾ ചിലപ്പോൾ എന്നെ നെഗറ്റീവായി കാണുന്നു, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള, അല്ലെങ്കിൽ മുൻകൂട്ടി എന്താണ് ഒരു തെറ്റിദ്ധാരണയോടെ ലൈഫിലേക്ക് പോവാതിരിക്കുക. ചില പെൺകുട്ടികൾ എന്താണ് പുതിയൊരു ലൈഫിലേക്ക് മുമ്പങ്ങ് ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ബോഡി ഡിസ്ഫോർമിക് എന്ന് പറയുന്ന അസുഖം അല്ലെങ്കിൽ ഡിസോർഡർ ഒക്കെ ഉള്ള ആളുകൾ പുതിയൊരു ലൈഫിലേക്ക് പോവാതെ, കല്യാണത്തിന്റെ ലൈഫിലേക്ക് പോവാതിരിക്കുക. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു തെറാപ്പി വളരെ അധികം നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇനി എന്താണ് ഒരു തെറാപ്യൂട്ടിക് പ്രോസസ്സിംഗ്. തെറാപ്യൂട്ടിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നല്ലൊരു എന്താണ് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഈ ഒരു ക്ലയന്റുമായിട്ട് ഉണ്ടാക്കണം. അതായത് അവര് ക്ലയന്റ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ക്ലിനിക്കിലേക്കാണോ, നമ്മളെ വീട്ടിലേക്കാണോ, അല്ലെങ്കിൽ പേഴ്സണൽ ഏതെങ്കിലും സ്ഥലത്തിലേക്കാണോ നമ്മൾ എന്താണ് ഇവര് വരുന്ന സമയത്ത് എന്താണ് അവര് പറയണ കാര്യങ്ങളും വളരെ ട്രസ്റ്റഡ്, ആരോട് പറയില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു മീറ്റിംഗ് കൂടുന്നെങ്കിൽ ക്ലിനിക്ക് വളരെ സേഫ് ആണ് എന്നുള്ള ഒരു രീതിയിൽ വേണം നമ്മൾ ഈ തെറാപ്പീന്റെ സെഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് അവരോട് പറയണം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് പുറത്തു പോവില്ല. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊന്നും പേടിക്കേണ്ടതില്ല എന്നുള്ളത്. അപ്പോ ആ ഒരു രീതിയിലായിരിക്കാം നമ്മുടെ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കേണ്ടത്. പിന്നെ സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ പ്രശ്നത്തെക്കുറിച്ചും അവരുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും നമ്മൾ എന്താണ് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ അതേപോലെ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ നല്ലൊരു ഫാമിലി ലൈഫിന് എന്തൊക്കെയാണ് വേണ്ടത്, എവിടെയാണ് പ്രശ്നം കിടക്കുന്ന അനുസരിച്ച് നമുക്ക് എന്താണ് അതിനനുസരിച്ച് പിന്നെ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ ത്രെട്ട് സിസ്റ്റം, അതായത് ത്രെട്ട് നമ്മൾ പറഞ്ഞു ഏത് പ്രശ്നബാധിത മേഖല ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം എന്താണ് അതിൽ നിന്ന് ഒരു മികച്ച ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുപോവുക. പിന്നെ അതിന് ശേഷം ടൈപ്പ് സിസ്റ്റം സൂത്തിങ് ഒക്കെ അത് നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെ, ആ മോഡൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ മോഡൽ പഠിപ്പിച്ച ശേഷം എന്താണ് അവർക്ക് സെൽഫായിട്ടുള്ള ഈ ഒരു സ്വന്തമായിട്ട് എത്രത്തോളം അവര് വിമർശിക്കുന്നുണ്ട്. കാരണം എന്താണ് അവര് ചിലപ്പോ പല കേസുകളും നമ്മളെ മുമ്പിൽ വരുമ്പോൾ സ്വന്തത്തോട് തീരെ താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും. അപ്പൊ അത് എത്രത്തോളം നിലവിലുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ആയിട്ട് എത്രത്തോളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അവരെ കൊണ്ട് പറയിപ്പിക്കാനോ മറ്റുള്ള രീതിയിൽ നമുക്ക് അറിയാം. പിന്നെ ഈ ഒരു ഷെയിം എന്ന് പറയും, ലജ്ജ. ചിലപ്പോ ഇങ്ങനത്തെ ആളുകൾ കൂടുതലായിട്ട് നമ്മളോട് തന്നെ ഓപ്പൺ അപ്പ് ആയിട്ട് ഒരു കാര്യം അവർ പറയില്ല. അപ്പൊ ആ പറയുന്ന സമയത്ത് എന്താണ് ആ സമയത്താണ് നമ്മൾ ഒരു സ്കില്ല് ഇവിടെ കൊടുക്കേണ്ടത്, ബ്രീത്തിങ് എക്സസൈസ്. അവരോട് എന്താണ് ഈ ഒരു തെറാപ്പിന്റെ ഒരു പ്രത്യേകത സിമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താണ് അവര് നമ്മളെ മുമ്പിൽ ഇരിക്കും ഒരു കസേലയിലോ, ഇനിയിപ്പോ അവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കിടക്കാനും പറഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് കിടന്ന് 2 കണ്ണ് അടച്ചിട്ട് എന്താണ് നല്ല ഡീപ്പ് ആയിട്ട് ബ്രീത്തിങ് എക്സസൈസ് എടുക്കാൻ പറയും. ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്നത് എന്താണ് ജസ്റ്റ് നല്ലോണം മുകളിലേക്ക് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് താഴെ സിമ്പിൾ ആയിട്ട് എന്താണ് അവരെ ഡീപ്പ് ബ്രീത്തിങ് എടുത്തതിന് ശേഷം എന്താണ് അവർക്കൊരു ഇമേജറി കാണിച്ചു കൊടുക്കുക. ഇമേജറി മീൻസ് അത് ചിലപ്പോ അവർക്ക് എന്ത് ഇഷ്ടമുള്ളതാണോ, ഇനിയിപ്പോ നമുക്ക് ആദ്യം ഒരു ആനിമൽസിന്റോ അല്ലെങ്കിൽ മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനുള്ള സാധ്യത. കാരണം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു ആടിൻ്റെതോ, അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു സമാധാനം ലഭിക്കുന്ന അല്ലാണ്ട് സിംഹത്തിന്റെ ടൈഗർ അങ്ങനത്തെ ഒന്നും കൊടുക്കരുത്. അവർക്ക് എന്താണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പശുവിൻ്റെതൊക്കെ കൊടുത്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കൊണ്ട് തുടക്കത്തിൽ പറയിപ്പിക്കും. കാരണം എന്താണ് അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആ ഒരു ഇമേജ് ഇനി അറ്റ്ലീസ്റ്റ് ഒരു ട്രീന്റെ ഫോട്ടോ അവർക്ക് കൊടുത്തിട്ട് എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു ട്രീനെ കുറിച്ചിട്ട് വിശദീകരിക്കാൻ പറയുക. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ഫോട്ടോ എടുത്തിട്ട് എന്താണ് അവർക്ക് മുമ്പ് കാണിച്ചു കൊടുത്തിട്ട് എന്താണ് ഇതിനെപ്പറ്റി അയാളെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറയുക. പിന്നെ അതിനുശേഷം കാരണം ഇമേജറി എന്ന് പറയുന്നത് എന്താണ് ചിലപ്പോൾ നമ്മൾ ഫോട്ടോ ഒന്നുമില്ല, കാര്യങ്ങളൊന്നും കാണിച്ച് അവർക്ക് മനസ്സിലാകും. അപ്പൊ അവരോട് പറയും നിങ്ങൾ സ്വയമായിട്ട് ഒന്ന് ചിന്തിക്കുക, ഉള്ളിൽ ഇമേജ്, അതായത് ഇമാജിൻ ചെയ്യുക, നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളെ കൊണ്ടുവരിക. അപ്പൊ ആ കൊണ്ടുവരുന്ന ആളെ കുറിച്ച് എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുക.
കാരണം അവർക്ക് പ്രശ്നം എന്തോ ആയിരിക്കും, അതുമായിട്ട് യാതൊരു റിലേറ്റഡ്. കാരണം ഇപ്പം ഇവർക്ക് വേണ്ടത് എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡാണ്. അതിനെ നമ്മൾ എന്താണ് അതിനുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ് ഈ കമ്പാഷനേറ്റ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് അവര് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സാധാരണ നമ്മൾ ജേർണലിലൊക്കെ എഴുതാറുണ്ട്, സ്വന്തത്തെ കുറിച്ച് അല്ല നിങ്ങളെ കുറിച്ച്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളിൽ 10 ഗുണങ്ങളെ കുറിച്ച് എഴുതുക എന്നുള്ളത്. അപ്പൊ അത് എഴുതുന്നതിന് പകരം എന്താണ് ഇവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കും, അവരെ കൊണ്ട് സംസാരിപ്പിക്കും. നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏതൊക്കെ രീതി ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചെയ്യാൻ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ അവരോട് പറയിപ്പിക്കും. പിന്നെ അത് ഒരു പ്രാക്ടീസ് എങ്ങനെ ചെയ്യും? ഇത് നമ്മൾ ഇമാജിൻ ചെയ്യാണ് അവരെ കൊണ്ട് സംസാരിക്കാൻ. ഇതൊക്കെ ശേഷം അടുത്തൊരു ഡെവലപ്മെന്റിലേക്ക് നമ്മൾ പോകുന്ന ലെറ്റർ റൈറ്റിംഗ് ആണ്. ലെറ്റർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതേ സംഭവം തന്നെ എന്താണ് അവരെ കൊണ്ടൊരു ലെറ്റർ എഴുതിക്കുകയാണ്. എന്റെ പേര് ഇതാണ്, ഞാൻ ഇവിടുന്ന് വന്നിട്ടുള്ളതാണ്, എന്റെ ആഗ്രഹങ്ങളൊക്കെ ഇതാണ്, എന്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ള ഒരു ലെറ്റർ റൈറ്റ് 1.5 പേജ് വരാണ്. എത്രത്തോളം പേജ് അവർ എഴുതാൻ പറ്റുന്നു? കാരണം വർഷങ്ങളോളം അവർ ഉള്ളിലെടുക്കുന്ന പ്രശ്നങ്ങൾ ആരോടെങ്കിലും തുറന്ന് പറയാനുള്ള ഒരു ആഗ്രഹമായിട്ട് വന്നിട്ടുണ്ടാവും. അന്നപ്പോ എന്താ അവര് എക്സ്പ്ലോർ ചെയ്യട്ടെ. നമ്മളോട് സംസാരിച്ചിട്ടില്ലെങ്കിലും ആ ലെറ്റർ ആ സ്പോട്ടിൽ അവർക്കൊരു ബുക്കും പേപ്പറും പേജൊക്കെ കൊടുത്തിട്ട് നമ്മൾ പറയും നിങ്ങൾ എഴുതിക്കോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മൊത്തത്തിൽ നിങ്ങൾ ആ പേപ്പറിൽ എഴുതാം. എന്നതിന് ശേഷം എന്താണ് അതിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ നമ്മൾ റീഫ്രെയിം ചെയ്തെടുക്കുക. അത് പുറത്തേക്ക് അവർക്ക് തോന്നിയിട്ടുള്ള നമുക്ക് അവിശ്വസനീയമായി, അതായത് ഒരു തെളിവില്ല അവരുടെ വിശ്വാസത്തിനും ചിന്തകൾക്കും ഒന്നെങ്കിൽ, എന്നിട്ട് അതിൽ നിന്നാണ് നെഗറ്റീവ് ആയിട്ട് തോട്ട്സുകൾ കുറച്ച് കാര്യങ്ങൾ മാറ്റിയെടുത്തിട്ട് എന്താണ് ഇവിടെയാണ് നിങ്ങളെ പ്രശ്നം. അപ്പോ ത്രെട്ട് അവിടെയായി. ത്രെട്ടിൽ നിന്ന് നേരെ എന്ത് ചെയ്തു? ഡ്രൈവിലേക്ക് പോകുന്നു. ഡ്രൈവിൽ നിന്നും നേരെ സൂത്തിങ്ങിലേക്ക്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് എന്താണ് ഈ ലെറ്റർ റൈറ്റിംഗ്. 2 കാര്യങ്ങളാണ്. ഒന്ന് ഇമേജറി എക്സസൈസ് ആണ്, രണ്ടാമത്തെ ലെറ്റർ റൈറ്റിംഗ് ആണ് ഈ സാധാരണയായിട്ട് ഈ ഒരു കമ്പാഷൻ ഫോക്കസ് തെറാപ്പിയിൽ കൊടുക്കുന്നത്. പക്ഷെ എന്താണ് അതിന്റെ കൂടെ എന്താണ് ഡീപ്പ് ബ്രീത്തിങ്. സാധാരണ മറ്റൊരുപാട് യോഗ, മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർക്ക് കൊടുക്കണമെന്നില്ല. നമുക്ക് ക്ലിനിക്കിൽ തന്നെ 1 2 സെഷനിൽ തന്നെ ഈ ഒരു പാറ്റേൺ നമ്മൾ കൊണ്ടുപോയാൽ എന്താണ് അവരുടെ ചിന്താഗതികളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ കഴിയും. പിന്നെ ഇവർക്ക് കുറച്ച് എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും ഇവരുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം എന്താ, ഞാൻ മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരാളോട് സംസാരിച്ചാൽ അവരെന്നെ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ആളുകൾ എന്നെ എപ്പോഴും കളിയാക്കും, അല്ലെങ്കിൽ നിരസിക്കും, അല്ലെങ്കിൽ ആളുകൾ എന്നെ വേദനിപ്പിക്കും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അന്ന് ഒരു ജോലിക്കും പോകാൻ പറ്റില്ല, നെഗറ്റീവായ തോട്ടുകളൊക്കെ ഉള്ളത് അവർ എഴുതുകയാണെങ്കിൽ അത് ഇന്റേണൽ ആയിട്ട് നമ്മൾ എന്താണ് അത് അവരെ കൊണ്ട് ചെയ്യും. ഈ അസുഖങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടായിട്ടും ഇത്ര കാലം ജീവിച്ചു, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അവരെ കൊണ്ട് ഈ ലെറ്റർ റൈറ്റിൽ കഴിഞ്ഞ ശേഷം എന്താണ് ഇത് കണ്ടെത്തിയതിനു ശേഷം എന്താണ് നമ്മൾ എഴുതിപ്പിക്കുകയാണ്. അവരെ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ആദ്യം ഉള്ളത്, അവരെ ഒരുപാട് ചിന്തകൾ. അപ്പൊ അത് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് ഈ ഒരു തെറാപ്പിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ അവോയ്ഡൻസ് പീപ്പിളിലൊക്കെ ഒരുപാടുണ്ട്. അവോയ്ഡൻസ് ഏതൊക്കെ ഏരിയയിൽ അവർക്ക് ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കും. കാരണം ഏത് റിലേഷൻഷിപ്പിലാണ് അവോയ്ഡ് ഉള്ളത്, അല്ലെങ്കിൽ ആങ്സൈറ്റി പരമായിട്ടുള്ള പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ സേഫ്റ്റി ബിഹേവിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ സേഫ്റ്റി ബിഹേവിയർ എത്രത്തോളം ഇവരുടെ ലൈഫിൽ കാണിക്കുന്നുണ്ട്, അങ്ങനെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ അവർ പ്രശ്നബാധിത മേഖല അവർ ലെറ്റർ റൈറ്റിലും കൂടെ എഴുതിയിട്ട് എന്താണ് നല്ലൊരു പോസിറ്റീവ് മൈൻഡിലേക്ക് അവരെ കൊണ്ടുപോവുക എന്നതാണ് ഈ ഒരു തെറാപ്പിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഇതിൽ കൂടെ തന്നെയാണ് ഇവർക്ക് എന്താണ് അവരെ ഷെയിമും അവരെ ലൈഫിനുള്ള ഒരു ഫിയറും, കാരണം അതിനെപ്പറ്റി കൂടുതൽ അവര് പിന്നെ അവരെ ലജ്ജ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവരെ കൊണ്ട് എന്തുകൊണ്ടാണ് ഈ ലജ്ജ വരുന്നത്, ഈ ലജ്ജ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് നിങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക, കൂടുതൽ നഷ്ടങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുക. അന്നപ്പോ എന്താണ് അത് നമ്മൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ലെറ്റർ റൈറ്റിംഗ് അല്ലെങ്കിൽ ഇമാജറി എഴുതുന്നതോട് കൂടി തന്നെ ഏകദേശം എന്താണ് ആള് ഓക്കെ ആവും. പിന്നെ ഗ്രാജുവൽ എക്സ്പ്രഷൻ, അതെന്താണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇമേജറി കണ്ണ് അവരെ കൊണ്ട് അടപ്പിക്കുക, എന്നിട്ട് ഏതെങ്കിലും കാര്യം ഇമാജിൻ ചെയ്യാൻ പറയാം, അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാം. നിങ്ങൾ എന്താണോ ഇപ്പൊ മനസ്സിലുള്ള നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാ എന്നുള്ളത്. പിന്നെ അവരെ ഡെയിലി ലൈഫിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അല്ല ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് എന്താണ് അവർക്ക് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇന്ന ആളുകളുമായി സംസാരിക്കുന്ന ആളുകളുമായിട്ട് എന്താണ് ഒരു കൊളാബറേറ്റ് ചെയ്യുന്ന ആ പ്രശ്നബാധിത മേഖലകളിൽ നിന്നും തൽക്കാലം എന്താണ് അവരൊന്ന് ഒഴിവാക്കുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ മോണിറ്റർ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണ്
നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു ഇമാജിനറി എപ്പോഴും അവർ, കാരണം ഇവർ എപ്പോഴും തൽക്കാലം ഒന്ന് കുറച്ച് നമ്മൾ ഈ സെഷൻ കഴിഞ്ഞു പോയാലും അവരെ വീട്ടിൽ നിന്ന്, കാരണം ഇവർ ഈ ഒരു സെൽഫ് കമ്പാഷനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കാനും എഴുതാനും നമ്മൾ പറയും. അപ്പോൾ അതിനെന്താണ് ഇവർ എഴുതുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ, അതുമാതിരി ചിന്തിക്കുന്നുണ്ടോ, നമ്മൾ പരമാവധി മോണിറ്റർ ചെയ്യുക. എന്നിട്ട് മോണിറ്ററിന് ശേഷം എന്താണ്, അതിന് ശേഷം എന്താണ് ഇവർക്ക് ശേഷം ഇവർക്ക് ഇതിൽ വന്ന മാറ്റങ്ങൾക്ക് ശേഷം എന്ത് മാറ്റങ്ങളാണ് ഇവർക്ക് വന്നിട്ടുള്ളത്, അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ ഒരു സമ്മറിക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് നമ്മൾ സമ്മറിയിലേക്ക് വരികയാണെങ്കിൽ, ഒരു തെറാപ്പിസ്റ്റുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട്. പല ക്ലയന്റും വളരെ രീതിയിലുള്ള ഒരു സെൽഫ് എസ്റ്റീം ആയിട്ടുള്ള സമയത്തായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മളടുത്ത് വരിക. അപ്പൊ ആ സമയത്ത് എന്താണ്, അവർ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ എന്താണ്, അവർ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ അതേപോലെ അവർക്ക് വിമർശനാത്മകമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവും. ചിലപ്പോ ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് നീ എനിക്കൊന്ന് പുറത്തിറങ്ങി നടന്നൂടെ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഈ ഒന്ന് ജോലിക്ക് പോയിക്കൂടെ, അങ്ങനത്തെ ഒരുപാട് ഇവർക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങളാക്കി അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയക്ക് എന്താണ് അവർക്ക് നമ്മൾ പോസിറ്റീവായി, അവർ ഇന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം പറയണത്, നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങി നടന്നൂടെ, നിങ്ങൾക്ക് മനസ്സിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് വീട്ടുകാർ പറയുന്നത്. പിന്നെ അല്ലാതെ നിങ്ങൾ നിങ്ങൾ അവരെ ഒരുപാട് നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നത്, അത് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്. നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അവരോട് പറയാ, ഇന്നൊരു പ്രശ്നം നിങ്ങളുടെ ലൈഫിലുണ്ട്, നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വീട്ടുകാർ പറയുന്നത്, നിങ്ങളൊരു സിറ്റുവേഷൻ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പിന്നെന്താണ് ഈ ഒരു സെൽഫ് കമ്പാഷൻ, അതായത് അനുകമ്പ എന്താണെന്ന് പഠിപ്പിക്കുക, അവരോട് കാരുണ്യം എന്താണ്. കാരണം ഇതിനൊക്കെയാണ് കൂടുതലായിട്ട് ഇവര് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഒരു ചാരിറ്റി ക്ലബ്ബുമായിട്ട് ഇവരൊക്കെ ഒന്ന് കണക്ട് ആവുക. അതായത് പിന്നെ ഒരു ഓർഫനേജ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ചാരിറ്റി, ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ചാരിറ്റീസ്. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയക്ക് ഇവർക്കൊന്ന് ഇവരെ ഇങ്ങനത്തെ ക്ലാസ്സുകളിലൊക്കെ ഒന്ന് പങ്കെടുപ്പിക്കുക. കാരണം ഇവർക്ക് സ്വന്തമായിട്ടൊരു പിന്നെ ആളുകളോട് അനുകമ്പയോ സ്വന്തമായിട്ടൊരു അനുകമ്പയൊന്നും ഇല്ലാത്ത ആളുകൾക്ക്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി എന്താണ് നമുക്ക് അങ്ങനത്തെ ഒരു ഏരിയാസ് ഇവരെ കൂടുതലായിട്ട് എത്തിച്ച് അവര് പിന്നെ ഒരു ഗ്രൂപ്പിലൊക്കെ ഇവരെ ആഡ് ചെയ്ത് അതൊക്കെ ഒരു നല്ലൊരു മാറ്റം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഈ ഒരു തെറാപ്പി. പിന്നെ അറ്റാച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇവര് അറ്റാച്ച്മെന്റ്, ചില കുട്ടികൾക്ക് ഫാമിലി ലൈഫിലൊക്കെ ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള ഫാമിലി പിന്നുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്നും അടി, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താണ്, അവർ ഫാമിലിയുമായിട്ട് സംസാരിച്ച് കുട്ടികളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പ്രശ്നം നിങ്ങളെ ലൈഫിലുണ്ട്, എന്നപ്പോ എന്താ അത് നിങ്ങളെ കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് നന്നായേ പറ്റൂ, അല്ല അതിനുള്ളത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് നമ്മൾ അറിയും. പല കേസുകളും നമ്മൾ കാണാം, ഒന്നുകിൽ കുട്ടിയുടെ അമ്മയായിരിക്കും വരിക, അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനായിരിക്കും നമ്മളെ കേസിൽ വരിക. അപ്പൊ ബിഹേവിയർ ഇഷ്യൂസ് ആയിരിക്കും വരുമ്പോ പറയാ, പക്ഷെ ശരിക്കുള്ള ആ ഒരു എന്താണ് റിലേഷൻ ഒന്നുകിൽ അച്ഛനുമായിട്ടുള്ള ഒരു മിസ്സിങ് ആയിരിക്കും, അപ്പോ അച്ഛനില്ലാത്ത പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അച്ഛൻ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ വേറെ തരത്തിൽ അബ്യൂസ് ചെയ്യുന്ന പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്, അത് കുട്ടിക്ക് എത്രത്തോളം ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അതിന് അറിയണം എന്താണ് ഏറ്റവും നല്ലത്, ഇമാജിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അവരെ കൊണ്ട് അവരെ പ്രശ്നങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളത്. അല്ലെങ്കിൽ എന്താണ് ലെറ്റർ റൈറ്റ്, കുട്ടികളിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇതാണ് ഏകദേശം ഒരു, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് സമയത്തിന്റെ ഒരു പരിധി മൂലം. ഓക്കെ അല്ലേ എല്ലാരും? ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ എന്താണ് കമ്പാഷൻ തെറാപ്പി എന്ന് പറയുന്നത്? സർ, കുറെയൊക്കെ മനസ്സിലായി. ഓക്കെ, ഇപ്പോ ഒരു ഒരാള് നമ്മളെ അടുത്ത് വന്നിട്ട് ഒരു ഇൽനെസ് ആങ്സൈറ്റി ഡിസോർഡർ ഒക്കെ ഉണ്ടാവുമല്ലോ. അതെ അതെ. അപ്പൊ ആ ഒരു സമയത്തൊക്കെ വരുമ്പോ നമ്മളെങ്ങനെയാണ് അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യല്? അവരെ ട്രീറ്റ് ചെയ്യുക വെച്ചാൽ അവർക്ക് ഏത് ആങ്സൈറ്റി ആണ് നമ്മൾ തിരിച്ചറിയല്ലോ ആദ്യം. ആ ആങ്സൈറ്റിയെ കുറിച്ച് എന്താണ് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യിക്കാൻ പറയാം. ഏത് മേഖലയിലാണ് അവർക്ക് ആങ്സൈറ്റി ഉള്ളത്, അല്ലെങ്കിൽ ആ എന്ത് അസുഖമാണ് അവർക്ക് ഉള്ളത്, ശരിക്കും വന്നാൽ ആ അസുഖത്തെ കുറിച്ച് അവരോട് നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറയാം. എന്നിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. അല്ലെങ്കിൽ എന്താണ് ലെറ്റർ എഴുതി ആ അസുഖത്തെ പറ്റി നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ പ്രശ്നത്തെ കുറിച്ച് ഒരു ലെറ്റർ പോലെ എഴുതിപ്പിക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്താണ് ചിലപ്പോൾ അവർ എഴുതുന്നത് ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. കാരണം എന്താണ് അവർക്ക് ലൈഫിൽ ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാവില്ല. കാരണം ഊഹാപോഹം വെച്ച് പിന്നെ ഒരു ആങ്സൈറ്റി ആണല്ലോ.
അപ്പൊ ഈ ലെറ്റർ എഴുതിക്കുന്നത് കൊണ്ട് അവർക്ക് ആത്മവിശ്വാസം കൂടും, അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടും. കാരണം എനിക്കൊരു അസുഖമല്ല, ഞാൻ ഇങ്ങനെ എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരു അസുഖത്തെ പറ്റി ഒരു പേപ്പറിൽ എഴുതുന്നത് എന്നുള്ള ഒരു ചിന്ത അവരെന്താണ് പേപ്പറിലേക്ക് പകർത്തുകയാണ്. അപ്പോൾ എന്താണ് അവരെ ഒരു ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു തെറാപ്പി കൊണ്ട് കഴിയും. ഓക്കെ, ഇങ്ങനെ ഒരാൾ വരുമ്പോൾ നമ്മൾ ഈ ഇതാണ് ഇപ്പൊ സാർ പറഞ്ഞ പോലെ കമ്പാഷൻ ഫോക്കസ്ഡ് തെറാപ്പി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ ഇത് ഏകദേശം എല്ലാ മേഖലയിലും പറ്റുന്നുണ്ട്. ഡിപ്രഷൻ, ആ ആങ്സൈറ്റി അതെ അതെ ഡിസോർഡർ, അത് PTSD എല്ലാതും പറ്റുന്നുണ്ട്. ആ ബോർഡർ അതെ ലൈൻ ഒക്കെ ഉണ്ട്. അപ്പൊ ആ. നമ്മള് CBT കൊടുക്കുന്ന സമയത്ത് തന്നെ സാർ പറഞ്ഞ പോലെ അതിന്റെ ഇടയിൽ നമ്മൾ ഇതിങ്ങനെ ഒന്ന് ചെയ്യിപ്പിക്കുകയാണോ വേണ്ടത്? അതെ, അതിന്റെ ഇടയ്ക്ക് ചെയ്യിപ്പിക്കുക. നമ്മൾ സാധാരണ CBTന്റെ പ്രോസസ്സിങ്ങും മറ്റേ DBT RBT ഏത് അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ തുടക്കത്തിൽ അതൊക്കെ ചെയ്തതിനു ശേഷം ഒരു സെന്റർ ബേസ് ഒരു മിഡിൽ സ്റ്റേജ് സെഷനിലൊക്കെ എന്താണ് പുള്ളിക്കാരെ സ്വന്തത്തെ ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അയാൾക്ക് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അയാൾക്ക് എത്രത്തോളം ഷെയിം ഉണ്ട്, അല്ലെങ്കിൽ ആളുകളുമായിട്ട് സെൽഫ് എസ്റ്റീം സ്വന്തമായി സെൽഫ് എസ്റ്റീം ഉണ്ട്, അയാളെക്കുറിച്ച് അയാൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്, ഇതൊക്കെ ഒന്ന് നമ്മൾ അറിഞ്ഞാൽ എന്താണ് നമ്മുടെ മറ്റുള്ള സെഷനിലേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് പോവാം. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, സൈക്കോതെറാപ്പിയിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ടൂളാണിത്. ഓക്കെ സർ. സാറേ ഇതിനകത്ത് ആക്ടിവിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ നമ്മളോ? അതെ അപ്പം അത് എന്തുവാണ് ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റി ആയിരിക്കുമോ സാറേ ഉദ്ദേശിക്കുന്നത്? അതെ, അവർക്ക് ഡെയിലി ലൈഫിൽ എന്താണ് അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ അത് കൊടുക്കുക. കാരണം അവർക്ക് ചിലപ്പോ ഒന്ന് ആളുകളുമായിട്ട് ഒന്ന് സംസാരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോ എന്റെ ലജ്ജ ഷെയിം ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പൊ അതിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഏരിയാസ് അവർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഷെയിം ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് സർ കൊടുക്കുക? ഷെയിം ഒഴിവാക്കുക. കാരണം എന്താണ് അവർക്ക് ഈ ഒരു പ്രശ്നം ഷെയിം ആളുകളുമായിട്ട് സംസാരിക്കുക കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള മെയിനായിട്ട്. ഷെയിം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ കാര്യങ്ങൾ ആക്ടിവിറ്റിക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ള മറ്റുള്ള ആൾക്കാരുമായിട്ട്. ആദ്യം നമ്മളെ വീട്ടിലെ ആളുകളുമായിട്ട് അവരുമായിട്ട് സംസാരിപ്പിക്കുക, കുട്ടിയായിട്ട് സംസാരിപ്പിക്കുക, ആളുമായിട്ട് സംസാരിക്കുക. എന്നിട്ട് എന്താണ് പുറത്തുള്ള ആളുകളുമായിട്ട് സംസാരിപ്പിക്കുക. അങ്ങനെ രീതിയിൽ എന്താണ് ഈ പരിചയമില്ലാത്ത ആളുകളുമായിട്ട് കൂടുതലായിട്ട് സംസാരിപ്പിക്കുക. പിന്നെ കുട്ടികളാണെങ്കിൽ കളിക്കാനൊക്കെ അനുവദിക്കുക അല്ലെ? അതെ കൂടുതലായിട്ടും മറ്റുള്ള കുട്ടികളുമായിട്ട് സംസാരിക്കുക. പ്രത്യേകിച്ച് ഈ അബ്യൂസ് ഒക്കെ നടന്ന കുട്ടികളിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. മറ്റുള്ള കുട്ടികളുമായിട്ട് കളിക്കാൻ കൊണ്ടുപോവുക. എന്തെങ്കിലും ഈ കുട്ടി ആരോടും പുറത്തേക്കും പോകാണ്ട് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് എന്താണ് നമ്മൾ മറ്റുള്ള കുട്ടികളെ പുറത്ത് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ഒരു പാർക്കിലേക്ക് കൊണ്ടുപോയിട്ടോ ഇങ്ങനെയുള്ള ഈ ഒരു ഇതിലേക്ക് ആ കുട്ടിയെ കൂടുതൽ ഇന്ററാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. സാറേ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ സെൽഫ് ലവ് ഇല്ലാത്തവർക്ക് നമ്മൾ പ്രാക്ടീസ് കൊടുക്കാൻ പറഞ്ഞില്ലേ സാറ്, പിന്നെ എഴുതിപ്പിച്ച് അവരെ കൊണ്ട് വായിപ്പിക്കാൻ, അത് മിറർ ടോക്ക് പോലെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അത് കൂടുതൽ എഫക്റ്റ് ആവും? അതെ, അതൊക്കെ ചെയ്യാം. ഓക്കെ. കാരണം അതും അവർക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാക്കുന്ന വളരെ നല്ലതാണ്. സ്വന്തമായിട്ടൊരു കണ്ണാടി നോക്കിയിട്ട് സംസാരിപ്പിക്കുക, എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക. ചിലപ്പോ സ്വന്തത്തെ ശരീരത്തോടൊക്കെ തീരെ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ എന്താണ് സ്വന്തം ബോഡിയിലേക്ക് നോക്കിയിട്ട് പറയാ, നിങ്ങൾക്കുള്ള ഈ ഒരു ബോഡി ഇതാണ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളത്, ഒരു കുഴപ്പമില്ല, മറ്റുള്ള ആളുകളെ പോലെ തന്നെയാണ് നിങ്ങൾക്കും. അപ്പൊ ഇതിൽ ഒരുപാട് നല്ല ക്വാളിറ്റികൾ നിങ്ങളെ ശരീരത്തിൽ നിങ്ങൾ ബോധിയിലുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കൂ. ഓരോരുത്തർക്കും ചില ആളുകൾക്ക് എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാല് മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കും ഇവര്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് എന്താണ് കൂടുതലായിട്ട് ശാരീരികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക. സ്വന്തത്തോട് താല്പര്യമില്ല, പക്ഷെ എപ്പോഴും എന്റെ ബോഡി ഒന്നിനും കൊള്ളൂല, ഞാൻ സൗന്ദര്യമില്ല, മറ്റുള്ള ആളുകൾ മോശക്കാരനാണ് എന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ആളുകൾക്ക് ഈ ഒരു ഒരു ഇമേജ് ഒക്കെ അല്ലെങ്കിൽ ഒരു മിററൊക്കെ കാണിച്ചിട്ട് അവരൊക്കെ സംസാരിപ്പിക്കുന്നത് നല്ലതാണ്. ഈ ഒരു തെറാപ്പിന്റെ ഏറ്റവും ബെസ്റ്റ് ആണ് അതൊക്കെ. കൂടുതലായിട്ട് ആക്ടിവിസ്റ്റ് എന്ന് ഈ തെറാപ്പി പറയുന്നില്ല കേട്ടോ. അവരെ കൊണ്ട് സംസാരിപ്പിക്കുക, അവരെ കൊണ്ടൊന്ന് ആക്റ്റീവ് ആക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ കൂടെ തന്നെ എപ്പോഴാണ് ഇവർക്ക് ബ്രീത്തിങ് പറഞ്ഞത്. അത് എത്ര ദിവസം കൊടുക്കണം? അത് ഇതിന്റെ ഒരു തെറാപ്പിന്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 7 ദിവസമാണ് കണ്ടിന്യൂസ് ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്.
അതിനുശേഷം എന്താണ് അത് മാറ്റം ഉണ്ടെങ്കിൽ ഒരു 3 ദിവസം എന്താണ് അവരുമായിട്ട് തൽക്കാലം കോണ്ടാക്ട് ഇല്ലാണ്ടിരിക്കുക. 3 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് 10 ദിവസം കഴിയുമല്ലോ. അതിനുശേഷം 11ാം ദിവസം വീണ്ടും കോണ്ടാക്ട് ചെയ്യുക. ഇതേപോലെ വീണ്ടും റിപ്പീറ്റ് ആക്കുക. ആ ഗ്യാപ്പ് അവർക്ക് 3 ദിവസം കൊടുക്കുക. കാരണം ഈ 7 ദിവസം അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യിച്ചു. പിന്നെന്താണ് നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ചെയ്യിക്കുകയാണല്ലോ ഓരോ കാര്യങ്ങൾ. നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ ലെറ്റർ ചെയ്തു, ഇമാജിൻ കാണുന്നൊക്കെ. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് 3 ദിവസം അവർക്ക് റെസ്റ്റ് കൊടുക്കും. കാരണം സെൽഫായിട്ട് അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 11ാം ദിവസം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ സാറേ ഓക്കെ അപ്പൊ സാർ. ഇവിടെ അവരുടെ പ്രോബ്ലം എന്താണെന്നുള്ള കാര്യം നമ്മൾ വരുമ്പോ അവരോട് ചോദിക്കുന്നു. അതിനുശേഷം അവരോട് തന്നെ നമ്മൾ അത് സംസാരിക്കാൻ പറയുന്നു അല്ലേ? അതെ അതെ. ആ ഒരു ത്രെട്ട് എന്ന് പറയുന്നത് പ്രോബ്ലമാണ്. ഡ്രൈവ് എന്നുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഷൂട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് കിട്ടുന്ന അത് റിലാക്സേഷൻ ആണ് അതിൽ നിന്ന്. അത് മാത്രം ചിന്തിക്കുക. ത്രെട്ട്, ഡ്രൈവ്, ഷൂട്ടിംഗ്, ഇതാണ് ഒരു CFT മോഡൽ എന്ന് പറയുന്നത്. ആ പാറ്റേണിൽ നമ്മൾ പോകണം. ABC മോഡൽ, ബിഹേവിയർ എന്നൊക്കെ പറയുന്നത് പോലെ ABC മോഡൽ. അതെ. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലത്തെ അവരെ നിലവിൽ അവർക്ക് മുമ്പിൽ കാണുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം എന്താണ് ഷൂട്ടിങ്ങിൽ ആ മോട്ടിവേറ്റ് ചെയ്തതിന് ശേഷം എന്താണ് അവർക്ക് ഉണ്ടാവുന്ന ആശ്വാസമാണ്, റിലാക്സേഷൻ ആണ്. എത്രത്തോളം അതിൽ സമാധാനം അവർ കണ്ടെത്തുന്നുള്ളത് എന്ന് നമ്മൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഈ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ ലാസ്റ്റിലേക്ക് കൂടുതൽ ബ്രീത്തിങ് എക്സസൈസ് കൂടുതൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. ഷൂട്ടിങ്ങിന്റെ ആ ഒരു കാരണം അവർക്ക് ആ റിലാക്സേഷൻ പൂർണ്ണമായിട്ട് കിട്ടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ എന്താണ് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് എന്താണ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്ന് റിലാക്സേഷൻ അവരെ കൊണ്ട് എടുപ്പിക്കുക. നിലവിലുള്ള ആങ്സൈറ്റിയും ഫിയറും ഒക്കെ ഒന്ന് മാറാൻ അത് നല്ലതാണ്. പിന്നെ സാർ ആ ഡ്രൈവിന്റെ അവിടെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞായിരുന്നല്ലോ, അറ്റൻഷൻ. അതെ, ആ ഡ്രൈവിന്റെ കാര്യത്തിൽ അവർക്ക് ലൈഫിൽ എന്താണ് പൂർണ്ണമായി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അറ്റൻഷന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെന്താണ് അറ്റൻഷന്റെ പ്രശ്നങ്ങൾ, ബിഹേവിയറിന്റെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും. അത് ത്രെട്ടിൽ വരുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ മാറ്റേണ്ടത് ഡ്രൈവിലേക്ക് വരുമ്പോഴാണ്. ഈ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഡ്രൈവിൽ വരുമ്പോൾ. നമ്മൾ ശ്രദ്ധിക്കണം, അറ്റൻഷൻ ശ്രദ്ധിക്കണം, അവരെ തിങ്കിങ് ശ്രദ്ധിക്കണം, ബിഹേവിയർ ശ്രദ്ധിക്കണം, അവരെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ ഡ്രൈവിലാണ് ശ്രദ്ധിക്കുക. അതിൽ നിന്നൊക്കെ എന്താണ് നമ്മൾ കണ്ടെത്തിയിട്ടാണ് എന്താണ് അത് പോസിറ്റീവായിട്ട് എൻകറേജ്മെന്റ് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആണ്. അവർക്ക് കിട്ടുന്ന സമാധാനം നമ്മളെ ഒരു ക്ലിനിക്കിൽ നമ്മളെ കൗൺസിലിംഗിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് ഷൂട്ടിങ്ങിൽ വരുന്നത്. എത്രത്തോളം അവർ നന്നായി പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇത് ഒട്ടുമിക്ക കേസിലും തന്നെ ഉപയോഗിക്കുകയും ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ സാറ് അതെ. പറഞ്ഞത്? ഒട്ടുമിക്ക കേസുകളും ഇത് ഉപയോഗിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് എല്ലാ തെറാപ്പികളും നമുക്ക് വേണമെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറയാം. ഇന്നൊരു തെറാപ്പി കൂടി നിങ്ങൾ ഇതിൽ നോക്കുന്നുണ്ട്, കാര്യങ്ങൾ അവരോട് പറയാം. ഇന്ന ടെക്നിക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊരു കൗൺസിലിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്തും അവർക്ക് ഒരു ടേം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവരോട് പറയാം. അപ്പൊ പറയുമ്പോൾ അവർക്കൊരു അതിനെപ്പറ്റി ഒരു വിശ്വാസ യോഗ്യമാവും. കാരണം ഇന്നൊരു തെറാപ്പിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അത് എനിക്ക് ഈ തെറാപ്പിയിൽ നിന്നാണ് റിലാക്സേഷൻ കിട്ടിയിട്ടുള്ളത്, അതായത് എന്റെ പ്രശ്നങ്ങൾ ഈ ഒരു തെറാപ്പി ചെയ്തിട്ടാണ് മാറിയിട്ടുള്ളത്. അതാണ് പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി ഒരു അവയർനെസ് ആദ്യം കൊടുക്കുക എന്നുള്ളത്. ഈ സാറേ സെൽഫ് എസ്റ്റീമേ നമ്മുടെ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് ആക്ടിവിറ്റി കൊടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾ ഒന്ന് പറയാൻ പറ്റുമോ? സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാൻ കുറച്ച് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് പിന്നെ പോസിറ്റീവ് അവരെ കൊണ്ട് പിന്നെ ചെയ്യിപ്പിക്കുക. പിന്നെ അതേപോലെ തന്നെയാണ് അവർക്ക് ഇപ്പൊ ഒരു ഉദാഹരണം ഐ ആം ഡൂയിങ് ബെസ്റ്റ് എന്നൊക്കെ പറയാറില്ലേ, ഞാൻ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും,
പിന്നെ എനിക്ക് ആവശ്യം ഇന്നത്, നാളെ ഞാൻ അത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് എന്താണ് ഗോൾ സെറ്റിങ്സ് ഒക്കെ ഉണ്ടാകില്ലേ, ലോങ് ടേം ഷോർട്ട് ടേം ഒരു ആ ഗോൾസുകൾ ഉണ്ടാവും. അതൊക്കെ അങ്ങനത്തെ കൊണ്ട് അവരെ കൊണ്ട് ആ എഴുതിപ്പിക്കുക, അവരെ തോട്ട്സുകൾ എഴുതിക്കുക. അപ്പോ ആ ഉദാഹരണം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്സ് അവർക്കുണ്ട്, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, അതായത് ഞാൻ ഒരു പിന്നെ ശരിയായ ഒരാളല്ല, അല്ലെങ്കിൽ എനിക്കൊന്നിനും പറ്റൂല എന്നുള്ളതാണെങ്കിൽ, അപ്പോ ആ അത് നമ്മൾ അത് റീഫ്രെയിം ചെയ്തിട്ടൊന്ന് നല്ലൊരു തോട്ടിലേക്ക് നമ്മൾ അവരെ കൊണ്ട് എഴുതിക്കുക, ഐ ആം ഡൂയിങ് ദ ബെസ്റ്റ് ഐ ക്യാൻ. കാരണം പിന്നെ ആൻഡ് ദാറ്റ് ഇനഫ്, കാരണം എന്റെ ഈ ഒരു സ്വഭാവത്തിന് എന്റെ നല്ലത് ഇതാണ് എങ്കിൽ പോലും എനിക്ക് എന്താണ്, എനിക്ക് നല്ലൊരു കാര്യം മുന്നോട്ട് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. കാരണം ഞാൻ മോശക്കാരനാണ് എന്നുള്ള ചിന്താഗതി വന്ന ക്ലയന്റ് ആണെങ്കിൽ, എന്തുകൊണ്ട് നിങ്ങളെ സ്വഭാവം വെച്ച് നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലത്, നിങ്ങൾ വേറൊരാളെ സ്വഭാവം ഏറ്റെടുക്കണ്ട, നിങ്ങൾക്ക് ഇത് തന്നെ മതി. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളെ ലൈഫിൽ, അത് നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ എന്നവർ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്നത് പോലെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കവർ. ഈ ഒരു തെറാപ്പിന്റെ പ്രത്യേകതയാണ്. ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. കാരണം ഡെയിലി ഞാൻ ഞാനിത് ചെയ്യും എന്നുള്ള ഒരു തോട്ട്സ് എന്താണ് അവരെ മനസ്സിൽ വരണം. കാരണം ആ ചിന്താഗതിയിലേക്ക് അവർക്ക് കൊണ്ടുവരാം. എന്നാൽ മാത്രമേ എന്താണ് അവർക്ക് കൊടുക്കുക. പിന്നെ ഇവർക്ക് ഇവരെന്തൊക്കെ ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ എന്താണ് വളരെ അപ്രിസിയേഷൻ അവർക്ക് കൊടുക്കുക. കാരണം അവര് ഒരു എൻകറേജ്മെന്റ് കൊടുക്കണം അല്ലേ? എൻകറേജ്മെന്റ് കൊടുത്തിട്ട് ഒരു ഇമാജിനറി കാണിച്ചു കൊടുത്ത് നല്ല കാര്യം പറഞ്ഞ്, ഓ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങൾ ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞല്ലോ, വളരെ നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവരോട് പറയാം. കാരണം എന്താണ്, അവിടെ ഒരു സെൽഫ് ലവ് അവർക്ക് ഉണ്ടാവും, സെൽഫ് എസ്റ്റീം ഉണ്ടാവും, നമ്മൾ ഈ പറഞ്ഞ കമ്പാഷൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. കാരണം നമ്മൾ കൊടുക്കുന്ന ഓരോ മാജിക്കൽ ക്വസ്റ്റ്യൻസും, ഓരോ പിന്നെന്താണ് മോട്ടിവേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ പോലും അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നമുക്ക് ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും, ചെറുതായിരിക്കും, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ വലുതായിരിക്കും. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. പിന്നെ ഇവർക്ക് എന്ന് പറഞ്ഞാല് ഈ ഒരു ഗോൾ സെറ്റിങ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസുകൾ മാത്രം കൊടുക്കുക. അവരുടെ ലൈഫിൽ നടക്കും, ഇന്ന കാര്യം ചെയ്യാൻ അവർക്ക് നടക്കാൻ കഴിയും എന്നുള്ളത് അത് പറഞ്ഞു കൊടുക്കുക. എന്താണ് അവർക്ക് ഇത്ര ഒരു വർഷം കൊണ്ട് ഞാനൊരു കോഴ്സ് കംപ്ലീറ്റ് ആക്കും. അല്ല കുട്ടികളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരു 18-19 വയസ്സൊക്കെ ഉള്ള കുട്ടികളൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് പറയും, ഇന്ന വർഷം കൊണ്ട് ഞാനൊരു കോഴ്സ് കംപ്ലീറ്റ് ആക്കും എന്ന് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇന്ന മാർക്ക് ഞാൻ നേടിയിരിക്കും എന്നുള്ളത് അവരെ കൊണ്ട് എഴുതി, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എന്താണ് അവരെ പ്രയത്നിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ അല്ലേ എല്ലാരും? ഓക്കെ ആണ് സാറേ. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ ഓക്കെ, എന്നാ പറഞ്ഞോളൂ. സാറേ സെൽഫ് ക്രിറ്റിസിസം ആ, നടത്തുന്നത് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കണം അല്ലേ? അതെ, മനസ്സിലാവും അത് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആ കാരണം അതിനാണ് നമ്മളെ ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ് ഒക്കെ ഉപയോഗിക്കുന്നില്ലേ. സാറേ ഒരു ഡൗട്ട്, ഈ സിംഗിൾ ചൈൽഡ് ആയിട്ട് വളരുന്നവർക്കേ പിന്നെ ക്ലാസ്സിൽ അതിന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ വേറെ പഠിക്കുന്ന കുട്ടി എല്ലാത്തിലും പങ്കെടുക്കുകയും ഫസ്റ്റ് മേടിക്കുകയും ചെയ്യുന്നോണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നും പറഞ്ഞ് ആ കുട്ടിയുടെ അടുത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും? അതിന്റെ അമ്മയും അതിന് സപ്പോർട്ടാണ്. അപ്പൊ ആ കുട്ടിന്റെ നിലവാരത്തിനനുസരിച്ചിട്ടുള്ളത് നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടി എന്നോട് പറയാ, നീ അവിടെ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് അവനായിരിക്കാം, പക്ഷെങ്കിൽ നീ പഠിക്കുന്ന കാര്യത്തിൽ നീ തന്നെയാണ് ബെസ്റ്റ് എന്നുള്ള പാരന്റ് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അല്ലാണ്ട് പിന്നെ പാരന്റ് സപ്പോർട്ട് ഇല്ലാണ്ട് ആ കുട്ടിക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ലല്ലോ. അതായത് ഇങ്ങനെ പറയും, ഇപ്പൊ പേരന്റ് പക്ഷെ എല്ലാ കിട്ടിയ ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് അതെ. എത്രാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ? 9ാം ക്ലാസ്സിൽ ഗേള്. അപ്പൊ ഈ മറ്റേ പഠിക്കുന്ന കുട്ടിയുടെ ഒരു തരം വൈരാഗ്യം പോലുള്ള ഇതാണ്.
അത് പാരന്റ് ഉണ്ടാക്കിയെടുത്ത കാര്യമായിരിക്കും, കുട്ടിക്ക് ഉണ്ടാവില്ല. പക്ഷെ പാരന്റിന്റെയും ടീച്ചേഴ്സിന്റെ ഒക്കെ ഇതൊരു ടോക്ക് കേട്ടിട്ട് കുട്ടി അങ്ങനെ ആയതായിരിക്കും. കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്താണ്, കുട്ടിന്റെ നിലവാരം വെച്ച് കുട്ടിന്റെ ബ്രെയിനും ബുദ്ധി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുന്നത് നല്ലത് തന്നെയാണ് അത്രത്തോളം. പക്ഷെ എന്താണ്, എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. മറ്റുള്ള അവരെ കൂടെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല, കാരണം കുട്ടി ചെയ്യുന്നത് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള നല്ല മാർക്കാണ് മോള് വാങ്ങിയിട്ടുള്ളത്, അത് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. പിന്നെന്താ, മറ്റുള്ള കുട്ടികൾക്ക് എന്താണ് വൈരാഗ്യം എന്നുള്ള രീതിയിൽ എന്താണ് ഒരിക്കലും പാടില്ല. കുട്ടികൾ പറഞ്ഞു കൊടുക്കുക ആ കുട്ടി എന്താണ് നിന്നെക്കാളും കുറച്ച് മെച്ചപ്പെട്ടെന്നല്ല, നിന്നെ പോലെ തന്നെ പഠിക്കുന്നു, പക്ഷെ ചില കാര്യങ്ങളിൽ കുട്ടി ആൻസർ ഷീറ്റ് കൂടുതൽ എഴുതി എന്ന് നമ്മൾ പറയണം ആ കുട്ടീനോട്. ഇതൊക്കെ എന്താണ് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അസുഖത്തിന് മാത്രമല്ല എനിക്ക് തോന്നുന്നു കൊടുക്കുന്നത്. അമ്മയ്ക്കായിരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ? അതെ, അമ്മയ്ക്ക് കൊടുക്കേണ്ടി വരും. പാരന്റിന് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടി വരും. ഈ ഒരു കുട്ടീന്റെ പ്രശ്നബാധിത മേഖല ഇതൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്താണ് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക് ആ കുട്ടിയെ ഒന്ന് എൻകറേജ് ആവും, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഒന്നുകൂടി പ്രിപ്പയർഡ് ആവും, മാർക്ക് കൂടുതൽ വാങ്ങും. അങ്ങനെ എന്താ ഓട്ടോമാറ്റിക് ചിലപ്പോൾ മറ്റുള്ള കുട്ടീനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേ സമയത്ത് എന്താണ് ആ മറ്റുള്ള കുട്ടിക്ക് മാർക്ക് വാങ്ങി പിന്നെ ആ കുട്ടീനെ എന്താണ് ഒരു വൈരാഗ്യത്തിന്റെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുട്ടിക്കാകുമ്പോൾ നിലവിലുള്ള മാർക്ക് കുറയാനേ ഒന്നുകൂടി. കാരണം മനസ്സിലെന്താണ് കുട്ടിനോടുള്ള വൈരാഗ്യം മാത്രം, പഠനത്തോടുള്ള ശ്രദ്ധ ഉണ്ടാവില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആ കുട്ടിക്ക് മാർക്ക് ഉള്ളത് താഴോട്ട് വരും, അന്നേരം പറയും ഈ മറ്റേ കുട്ടി ഉണ്ടായോണ്ടാണ് എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റാത്തത്, മാർക്ക് മേടിക്കാൻ പറ്റാത്തത്. എന്നിട്ട് കരച്ചിലും ബഹളവും, മിണ്ടാതിരിക്കുക. അങ്ങനെ അപ്പൊ നമ്മൾ ആ കുട്ടിയോട് ചോദിക്കുക എന്താണ് മറ്റേ കുട്ടി ഇയാൾ എന്തെങ്കിലും ഇമോഷണൽ ആയിട്ട് പറയുന്നുണ്ടോ, ഫിസിക്കലി ആയിട്ട് എന്തോ ചോദിക്കുന്നു, എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ആ കുട്ടിയോട് ചോദിക്കാലോ എന്താണ് ആ കുട്ടി നിങ്ങളോട് ചെയ്യുന്നത്. അപ്പൊ ആ ചോദിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. എന്താണ് ആ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. ഇനിയിപ്പോ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താണ്, ആ കുട്ടിയുടെ ഒരു രീതിയിൽ പഠിക്കുന്നു, നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ പഠിക്കുന്നു. എന്നിട്ട് ഈ ഈ അമ്മ നമ്മുടെ ടീച്ചേഴ്സിനെ എല്ലാം വിളിച്ചു പറയും എന്റെ മോൾക്ക് ഡിപ്രഷൻ ആണ്, ഈ ക്ലാസ്സിലെ കുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നോണ്ടാണ് ഈ വിഷയം എന്നൊക്കെ രീതിയിൽ. അതെന്തായിരിക്കും അത് അവരുടെ ഒരു ഫോൾട്ട്? ഒന്നുകിൽ അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യത്തിന് ആങ്സൈറ്റി ഉണ്ടാവും. അതായത് എന്റെ മകള് പിന്നെ ഈ ഒരു എപ്പോഴും മികച്ച നിൽക്കണം, അല്ല മറ്റുള്ള ആളുകളെ മുമ്പിൽ എന്താണ് ആ ഒരു ടോക്സിക് പാരന്റ് എന്നൊക്കെ പറയുന്നില്ലേ, ആ രീതിയിലായിരിക്കും പാരന്റിന് അവരുടെ സ്റ്റൈല്. അതെന്താണ് കുട്ടികളെ മേലെ അടിച്ചമർത്ത് പോൽക്കുക. കുട്ടികൾക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു ബ്രെയിൻ ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു മെന്റലി ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി വെച്ച് ഒരാക്കുമ്പോൾ ഇപ്പൊ നമ്മളെ കാര്യം തന്നെ, ഇപ്പൊ നിങ്ങളോടൊരു കാര്യം ഞാൻ നിർബന്ധിതമായിട്ട് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ട്. ആ പരിധിക്ക് അപ്പുറം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെയാണ് നമ്മളെ കുട്ടികളും, അവർക്ക് പഠിക്കാനുള്ള ഒരു മാൻ പവർ എന്ന് പറയുന്നത് കപ്പാസിറ്റി ഉണ്ട്, അതിൽ കൂടുതൽ അവർ പഠിക്കില്ല. പിന്നെന്താണ് മെന്റലി നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടാണ്, അവരുടെ കൂടെ നിന്നിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് അവർക്ക് ഏതൊക്കെ രീതിയിലാണ് പഠിക്കാൻ ഇഷ്ടങ്ങൾ അതിനനുസരിച്ച് നമ്മൾ കൊടുത്ത് നല്ലൊരു ബിഹേവിയർ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താണ് പഠിക്കാത്ത കുട്ടികളും എന്താണ് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങും. കാരണം എന്താണ് അവരുടെ ചിന്താഗതിയിൽ എന്താണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള, പണ്ട് ഞാൻ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ചിന്ത, അതേ സമയത്ത് ഇന്ന് എത്രയും ആൾക്കാർ ചുറ്റുപാട് സ്നേഹിക്കുന്നു, കെയർ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പഠിച്ചേ തീരൂ എന്നുള്ള കുട്ടികളിൽ, പ്രത്യേകിച്ച് 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് നോർമൽ ആയിട്ട് വരുന്ന ചിന്താഗതിയാണ്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കേണ്ട കെയർ, പാരന്റ് കൊടുക്കേണ്ട കെയർ കുറച്ച് കെയർ ഒന്നല്ല, അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട പല രീതിയും കുട്ടികൾ ചിന്ത പോണ സമയമാണ്. അതായത് ഒന്നുകിൽ അഡിക്ഷൻ അല്ലെങ്കിൽ മറ്റ് റിലേഷൻഷിപ്പിലേക്ക് കുട്ടികളാന്ന് പറഞ്ഞത് കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ അടുത്തൊരു കേസ് ഞാൻ ഇട്ടത്, 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു 26 വയസ്സുള്ള ഒരാളുമായിട്ട് പ്രണയം. എവിടെ പോയി നോക്കുമ്പോൾ അന്വേഷിച്ച വീട്ടില് കുട്ടിക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുകയാണ്, പാരന്റ് കുട്ടീന്റെ കാര്യം എന്നൊക്കെ. അവസാനം പ്രശ്നത്തിൽ കുട്ടി ഒരു ദിവസം കാണാണ്ടായപ്പോഴാണ് ആളുകൾ അന്വേഷിക്കുന്നത് കുട്ടി അവിടെ പോയി. അതിനുശേഷമാണ് എനിക്ക് കുട്ടിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ. അവിടെ എത്തിയിട്ട് കാര്യമില്ല. നമ്മളെ കുട്ടിയുടെ ഏതൊരു മൈന്യൂട്ടായി നമ്മളെ കുട്ടികൾ എപ്പോൾ സ്കൂളിൽ പോകുന്നു, തിരിച്ച് എത്ര മണിക്ക് വരുന്നു, അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിക്കുന്നു, ഓരോ കാര്യങ്ങൾ നമ്മൾ കുട്ടിയോട് നമ്മൾ ചോദിച്ചറിയണം. നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവരോട് പറയണം. നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇതാണ്, നമ്മുടെ സാമ്പത്തികമുള്ള പ്രശ്നങ്ങൾ ഇതാണ്, അച്ഛൻ ഇതാണ് പ്രശ്നം, പാപ്പക്ക് ഇതാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇന്ന ജോലിയാണ്, നമ്മുടെ ലൈഫിൽ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും അവരെ നമ്മളെ കുടുംബത്തിലെ ഒരു വ്യക്തിയായിട്ട് കാണുമ്പോൾ എന്താണ് അവർക്ക് അവരുടെ വാല്യൂ അവർക്ക് മനസ്സിലാവും. ഇതൊന്നും പല കുടുംബത്തിലും ഇല്ലാത്തത് കൊണ്ടാണ് പല കുട്ടികളും ഇങ്ങനെ തെറ്റായി പോകുന്നത്. ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ഞാനിപ്പോ പറഞ്ഞതൊക്കെ നമ്മുടെ CFT ഒരു തെറാപ്പിയിലൂടെ എന്താണ്
നമുക്കൊരു അവയർനെസ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതൊരു തെറാപ്പി മെത്തേഡ് ഒന്നും പഠിക്കണമെന്നില്ല, ടെക്നിക്കൊക്കെ. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ. അതൊരു ഉപദേശമാവരുത് ഒരിക്കലും. ഉപദേശം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പിന്നെ കുടയൊന്നും ഇല്ലായിരുന്നു, ചേമ്പിന്റെ ഇലയൊക്കെ വെച്ചാണ് അതേപോലെ ഒന്നും ആവണമെന്നല്ല. ഇങ്ങനെ ഉപദേശം കൊടുത്ത മക്കൾ പഠിക്കുകയാണ്. പക്ഷെ എന്താണ്, നമ്മൾ ഒരുപാട് അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. അത് രസകരമായിട്ടൊരു കഥ പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം നോക്കിയിട്ട് അവരോട് പറയുക. അനുഭവിച്ചിട്ടുള്ള ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനൊക്കെ അനുഭവിച്ചിട്ട് എന്തായിരുന്നു, അങ്ങനൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ എത്തി, നിങ്ങളൊക്കെ നല്ലോണം നോക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ പറയാം. അല്ലാണ്ട് കുറേ കഷ്ടപ്പാടുകൾ ഞാൻ അനുഭവിച്ചിട്ട് നിങ്ങളും അതേപോലെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് നടക്കണം, അങ്ങനെ ആക്കണം എന്നൊക്കെ ഉപദേശം കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ആ കഷ്ടപ്പാട് ഓർമ്മ ഉണ്ടാവില്ല, അവർക്ക് തോന്നിയ പോലെ നടക്കും. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ ഞാന് ഒരു സെന്ററിൽ ട്രെയിനി ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു 5th പഠിക്കുന്ന മോളാണ്. ആ അപ്പം പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിട്ട് കുട്ടി നന്നായിട്ട് ഇടപഴകും. ഈവൻ ഒരു ഓക്കെ. ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ പെട്ടെന്ന് അവള് നന്നായിട്ട് കളിക്കും, ഭയങ്കര ആക്റ്റീവ് ഒക്കെയാണ്. പക്ഷെ വീട്ടില് പുറമേ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാല് അവരുടെ അടുത്ത് മുന്നിൽ നിൽക്കൂല. ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും, ഈവൻ പേര് പോലും ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പറയില്ല. അപ്പം അതുപോലെ സ്കൂളിലാണെങ്കിൽ പിന്നെ ടീച്ചേഴ്സ് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവളൊന്നും വായി തുറക്കില്ല എന്നാ ടീച്ചേഴ്സ് പറയാൻ നോർമലി. അപ്പം എന്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഈവൻ ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതൊന്നും ചോദിക്കൂല. പക്ഷെ എക്സാംസിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം തീരെയില്ല. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കുറെ നാളുകളായിട്ട് ആ കുട്ടി കാണുന്നതല്ല, പക്ഷെ അവരുടെ അടുത്ത് തീരെ ഇന്ററാക്ട് ചെയ്യുന്നില്ല. അത് ഈ കുട്ടിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ഷെയിം എന്നുള്ള സംഭവം കുട്ടിക്ക് ചെറുപ്പത്തിലെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വീട്ടിൽ നിന്നുള്ള ചുറ്റുപാടിനൊക്കെ കിട്ടിയതായിരിക്കും. അല്ല, അത് അപ്പം ആ കുട്ടീന്റെ പാരന്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പം ആ കുട്ടീനെ വീട്ടിൽ മെയിൻ ആയിട്ട് ആ കുട്ടീന്റെ ഉപ്പാന്റെ ഉമ്മ ഇങ്ങനെ പറയും പോലും, നീ പിന്നെ ആരടുത്തും മിണ്ടേന്നും ചെയ്യില്ലല്ലോ എന്ന് ഇങ്ങനെ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. മേ ബി അതായിരിക്കും ആ കുട്ടീനെ അങ്ങനെ ഒരു അത് സാധ്യതയുണ്ട്. അതും ചിലപ്പോ കുട്ടിയുടെ ലൈഫിനെ ബാധ. കാരണം ഞാൻ ആരോടും മിണ്ടിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ പണ്ടേ ഉള്ളതുണ്ട്. കണ്ടേ വല്യമ്മ പറഞ്ഞതുപോലെ പിന്നെ കുട്ടി അവൾ ആരോട് സംസാരിക്കൂല, അവൾ അങ്ങനെയാണ്. ആ ഒരു തേങ്ങ പറഞ്ഞോണ്ടേ നിൽക്കും. അപ്പൊ ആ കുട്ടി ഇപ്പൊ ഞാൻ സംസാരിച്ചിട്ട് ആളുകൾ എന്നെ അംഗീകരിക്കൂല, അതുകൊണ്ട് ഞാൻ തൽക്കാലം എങ്ങനെ പോവാന്നുള്ള ചിന്താഗതി കുട്ടി ഉണ്ടാവുക. അപ്പൊ ഇങ്ങനത്തെ കുട്ടികളെ നമുക്ക് എന്താ ചെയ്യുക? സ്കൂൾ ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ ഒന്ന് പറയാ, ഒന്ന് തൽക്കാലം ഒന്ന് ക്ലാസ്സിലെ ലീഡർ ആക്കുക. കാരണം എന്റെ മൂത്ത മോക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, ആരോടും അങ്ങനെ പെട്ടെന്ന് സുപ്രഭാതത്തിലുണ്ടായിരുന്നു. അപ്പൊ 5ാം ക്ലാസ്സിൽ, ഇപ്പൊ ആള് 6ല. അപ്പൊ ഞാൻ ടീച്ചേഴ്സിന് പറഞ്ഞു, ഒരു 6 മാസത്തിൽ സ്കൂളിലെ ടീച്ചേഴ്സിന് പിന്നെ ക്ലാസ് ലീഡർ ആക്കാൻ പറ്റുമോ ചോദിച്ചു. ടീച്ചർ എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞു, അവൾ പഠിക്കും നല്ലോണം, പക്ഷെ കുറച്ച് കാലത്തായി തീരെ ഇന്ററാക്റ്റീവ് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, തൽക്കാലം നിങ്ങൾ ക്ലാസ്സിൽ ലീഡർ ആക്കിക്കോളിന്നാണ് കുറച്ച് മാസം. അപ്പൊ ടീച്ചർ ലീഡർ ആക്കി. പിന്നെ ആള് ആക്റ്റീവായി. മറ്റുള്ള ഇപ്പൊ സ്കൂൾ ക്ലബ്ബുകളിലും മറ്റേതിലൊക്കെ പങ്കെടുത്തു. ഇതിലൊക്കെ കുറച്ചൊരു ആക്റ്റീവായി തുടങ്ങി. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും അതെ, അല്ല പാരന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ പാരന്റിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉമ്മാമാന്റെ അടുത്ത് ഇത് എങ്ങനെയാ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക? കാരണം വെച്ചാൽ കുറച്ച് പ്രായമില്ലവരല്ല. അപ്പൊ അവരത് പറയുമ്പം അവര് ഏത് രീതിയിലാന്ന് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റൂലല്ലോ. അതിപ്പോ നല്ല രീതിയിൽ അമ്മമാരോട് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഇനിയിപ്പോ നമ്മളെ കുട്ടീനോട് അങ്ങനെ പറയാൻ പാടില്ല, അവക്കൊരു വിഷമമാണ്, അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാരും ഉണ്ടാവില്ല. എല്ലാവരും പറയുന്നത് മീൻസ് എന്റെ ഓൺ മദർ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഹസ്ബൻഡിന്റെ മദർ ആയതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറയുന്നത് നമ്മൾ പറയുന്ന രീതിയിലായിരിക്കണമെന്നില്ല അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. ബാക്കി എന്റെ ഒരു ഫാമിലി സർക്കിളിലുള്ള ആളുകളോടൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, അങ്ങനെ ഇതാക്കരുത്, നിങ്ങൾ അത് പറയുന്നത് കൊണ്ടാണ് അവള് നന്ന ബാക്ക് അടിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ അടുത്ത് മാത്രം ഇവർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അത് ഹസ്ബൻഡിനെ കൊണ്ട് പറയിക്കേണ്ടി വരുമായിരിക്കും അല്ലെ? അല്ലല്ല, അവരെന്നെ ഡയറക്റ്റ് ആയി പറയാ. അവരെ ചിന്താഗതിയല്ലേ. പിന്നെ അവര് വല്യമ്മ പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ളത് അവരെ ചിന്താഗതി. ഇതുവരെ പറഞ്ഞു നോക്കിയില്ലല്ലോ, ഡയറക്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ, എന്നിട്ടല്ല എന്ത് സംഭവിക്കും ഇതുവരെ. അന്നിപ്പോ അവരോട് തന്നെ എന്തിനാ ഹസ്ബൻഡിനെ ഇതൊക്കെ? ഹസ്ബൻഡ് എപ്പോഴും വീട്ടിൽ ഉണ്ടായിക്കോണമെന്നില്ലല്ലോ. അവരെന്നെ പറയട്ടെ, അവരോട് പറയാം, നിങ്ങള് വലിയവർക്ക് അവർക്ക് പറയാ എന്നെ കാര്യങ്ങള്,
നമ്മളെ കുട്ടിയോട് അങ്ങനെ പെരുമാറാൻ പാടില്ല, ഇനി മുതൽ ഇങ്ങനെ പറയണം, അവളെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പൊ അത് അവര് അതിന്റെ എഫക്റ്റ് ആകും. ഒരു വട്ടം പറഞ്ഞു നോക്കട്ടെ പ്രാക്ടിക്കലായിട്ട്. അപ്പൊ അവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു കുഞ്ഞു ടോപ്പിക് ഒന്നുമില്ല, മൈ ഹോബീസ് എന്ന് പറഞ്ഞിട്ടൊരു അതിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു 2-3 സെന്റൻസ് പറയാൻ വേണ്ടി പറയുമ്പം അവൾ എങ്ങനെ സമ്മതിക്കുന്നില്ല. പക്ഷെ അത് റൈറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പം അവള് നല്ല കൂളായിട്ട് മോർ ദാൻ 3 സെന്റൻസ് അവൾ എഴുതുന്നുണ്ട്. അതും വിത്തൗട്ട് എനി ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ആ കുട്ടി എഴുതുന്നുണ്ട്. പക്ഷെ അവൾക്ക് അത് സ്പീക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് വേണ്ട, അത് എന്തിനാ അങ്ങനത്തെ അതൊന്നും വേണ്ട പറഞ്ഞിട്ട്. പക്ഷെ കുട്ടി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആള് ഭയങ്കര സ്മാർട്ടാണ്. നമ്മള് ഒരു 2-3% നമ്മൾ ഫസ്റ്റ് നമ്മുടെ അടുത്ത് വന്നപാട് കുട്ടി ഒന്നും സംസാരിക്കുന്നുണ്ടായിട്ടില്ല. പക്ഷെ ആഫ്റ്റർ 2 or 3 സെഷന് ശേഷം ആ കുട്ടി നന്നായി മിങ്കിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ കുട്ടീനെ ഡീൽ ചെയ്യുന്നതിൽ നിന്ന് ഒരു മൂന്നാമതൊരാൾ കയറി കഴിഞ്ഞാൽ ആ കുട്ടി ഒന്നും മിണ്ടൂല. അത് ഓട്ടോമാറ്റിക് നിങ്ങളിപ്പോ നിലവിൽ കൊടുക്കുന്ന ആ സ്റ്റേജ് തന്നെ കൊടുത്താൽ മതി. എന്നിട്ട് വീട്ടിലും തൽക്കാലം ഈ പറഞ്ഞ അവയർനെസ് അവർക്കും വീട്ടിലും കുറച്ച് മറ്റുള്ള ആളുകൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. ആളും ഒക്കെ ആകുമോ, ഇതൊന്നും വലിയ പ്രശ്നങ്ങളല്ലല്ലോ. ആള് പഠിക്കുന്നതിന് കുഴപ്പമില്ല, പഠിക്കുന്നുണ്ട്, നന്നായി പഠിക്കുന്നുണ്ട്. അത് പിന്നെ സ്കൂളിൽ അവരെ പാരന്റിനോട് തന്നെ പറഞ്ഞു കൊടുക്കുക. സ്കൂളിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറയാം. ആ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ഷെയിം ഉണ്ടാവും, അതൊന്നും മാറി കിട്ടിയാൽ മതിയാവും. ഓക്കെ. ഇതേപോലെ ഇങ്ങനെ ലീഡറൊക്കെ ആക്കി നിർത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്കൂളിലൊക്കെ ഇപ്പൊ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നല്ലോ, എക്സസൈസ്, മറ്റേ സ്പോർട്ട്, അങ്ങനത്തെ ഇതിലൊക്കെ ഉണ്ടാവുമല്ലോ. അതിലൊക്കെ ഒന്ന് പങ്കെടുപ്പിച്ചിട്ട് ആക്കിയ ആള് ഓക്കെ ആവും. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, എനിവേ നമുക്ക് അതിന്റെ